ആ മിസ്രയീമിലെ ജീവിതം പോക്ക് തൻ്റെ ജീവിതത്തിൽ പരാജയമായി. ആ മിസ്രയീമിലെ യാത്രയിലും പോക്കിലുമാണ് ഹാഗാറിനെ ലഭിച്ചത്. അങ്ങനെ അവര് മിസ്രയീമിൽ നിന്ന് തിരിച്ച് മടങ്ങി വന്നു, തെക്കേ ദേശത്ത് വന്നു. ആ 13-ാം അധ്യായത്തിന്റെ 1 വായി. അവനുള്ളതൊക്കെയും അവനോട് കൂടെ ലോത്തും തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നൻ. കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രാം ബഹുസമ്പന്നനായി. ഇനി അതിന്റെ വേറൊരു വശം, ഈ തെക്കേ ദേശത്ത് വന്നെന്ന തെക്കേ ദേശം വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ആത്മീക ഭാഷയിൽ പറഞ്ഞ പോരാട്ടമുള്ള സ്ഥലമാണ്. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് തെക്കേ ദേശം. അതിനൊരു തെളിവ്, അക്സ വിവാഹം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തൻ്റെ അപ്പനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അക്സ പിതാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എനിക്കൊരു അനുഗ്രഹം തരണം. കാരണം നീ എന്നെ തെക്കേ ദേശത്ത് എനിക്കല്ലോ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തിലല്ലയോ ആ വിഷയം. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയാറെ കാലേബ് അവളോട് ചോദിച്ചത്. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം. ആ വാക്യം കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. അവള് അതിന്റെ മുകളിലോട്ട് കയറി ഒന്ന് വായിച്ചു. അവൾ വന്നാറേ തന്റെ അപ്പനോടൊരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്ക് ഒരു അനുഗ്രഹം തരണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെക്കേ ദേശത്ത് നിൽക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ അപ്പന്റെ അനുഗ്രഹം വേണം. കാരണം വല്ലാത്തൊരു സ്ഥലമായി തെക്കേ ദേശം. വായിച്ചേ യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 4 വായിച്ചേ. യെശയ്യാ പ്രവചനം 30:4. അവന്റെ പ്രഭുക്കന്മാർ സോവനിലായി. അവിടെ തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകം. ഇവിടെ ഈ ഭാഗം ഒന്ന് വായിച്ചേ. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകം 6-ാം വാക്യം വന്നു. വായിച്ചേ. സിംഹി, തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകം. സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശം. അതാണ് തെക്കേ ദേശം. സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശം. സിംഹിയും കേസരിയും അത് സാത്താന്യ പോരാട്ടത്തെ കുറിക്കുന്നതാണ്. വേദപുസ്തകത്തിൽ 2 ടൈപ്പ് സിംഹത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു, സകലത്തെയും ജയിച്ചവൻ, സകലത്തിനു മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ, പ്രകൃതികളുടെ മേൽ, ചരാചരങ്ങളുടെ മേൽ, ഈ സകല അണ്ടകടാകത്തിന്മേൽ, സകല ചരാചരങ്ങളുടെ മേൽ അധികാരമുള്ള ഒരുവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. അല്ല, യഹൂദ ഗോത്രത്തിന് സിംഹമാകുന്ന യേശു ക്രിസ്തു. എന്നാൽ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ. അപ്പൊ യെശയ്യാ പ്രവചനം 30:6 മുതൽ പഠിക്കുമ്പോൾ സിംഹി, കേസരി, സ്തോത്രം, ഇങ്ങനെ സാത്താന്യ പോരാട്ടമുള്ള സ്ഥലമാണ്. ഈ അണലി പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നാട്ടിലുള്ള നമുക്കറിയാം, പല ടൈപ്പാണ്. അതിൽ ഒരണലി, അതിൻ്റെ പേര് നിങ്ങൾക്കറിയാം. ഈ അണലിയുടെ ഒരു പ്രകൃതി, കടിച്ചാൽ ചാകത്തില്ല, പക്ഷെ ആണ്ടോടാണ്ട് കവിടെ പൊട്ടിക്കടി. അണലിയുടെ പേര് ചേനത്തണ്ടനോ? ചേനത്തണ്ടൻ. അത് കടിച്ചാൽ ചാകത്തില്ല എന്നാ പറയുന്നത്. പക്ഷേ കൃത്യം ആ വർഷമാകുമ്പോൾ അവിടെ പൊട്ടിക്കളി എന്ന് പറഞ്ഞ പോലെ അണലിയുടെ ശക്തി. അർത്ഥം ഇത്രയേ ഉള്ളൂ,
ചില വീട്ടിൽ ചില സഭയിൽ ഓരോ വർഷവും പ്രശ്നം ഉണ്ടാകുമല്ലോ. നമ്മൾ പറയല്ലേ, കഴിഞ്ഞ കൊല്ലം ആ സഭയിൽ അടിയായിരുന്നു, സൂക്ഷം. ഇക്കൊല്ലോ അണലിയുടെ ശക്തി അവിടെ ഉണ്ട്. ചില വീട്ടിൽ ആണ്ടോടാണ്ടൊക്കെ ഒരു വഴക്കുണ്ടാകും. ഒന്ന് വീട്ടിനകത്തില്ലേ അയലത്തുകാരുമായിട്ട്, ഇല്ല എന്തേലും ഒരു പ്രശ്നം. അത് നിസ്സാരമായിട്ട് തള്ളിവിടരുത്. അതൊക്കെ സാത്താന്യ ശക്തികളാണ്. ദൈവമക്കൾ അതിനെ പ്രാർത്ഥിച്ച് ജയിക്കണം. ആണ്ടോടാണ്ടൊക്കെ രോഗമിട്ട് നിന്നെ അലട്ടും. ആണ്ടോടാണ്ടൊക്കെ ഓരോ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ കടത്തിവിടും. ചിലപ്പോൾ ഓരോ മാസത്തിലായിരിക്കും, ഓരോ വർഷത്തിലായിരിക്കും. അങ്ങനെയുള്ള ദുഷ്ടവ്യാപാരങ്ങളുടെ മേൽ ദൈവമക്കൾ ജയമെടുക്കണം. ആ ജയമെടുക്കുന്നത് പ്രാർത്ഥനയാലും ഉപവാസത്താലുമാണ്. പ്രൈസ് ദി ലോർഡ്. മാനുഷിക നിലയിൽ ജയിക്കാൻ ഒക്കത്തില്ല. കായബലം കൊണ്ടോ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ സാമുദായിക ബലം കൊണ്ടോ സാമ്പത്തിക ബലം കൊണ്ടോ ആർക്കും ജയിക്കാൻ ഒക്കത്തില്ല. നമുക്ക് ആവശ്യം ആത്മശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തിയാൽ മാത്രമേ ഇതിനെ ജയിക്കാൻ പറ്റൂ. അപ്പോൾ സിംഹി, കേസരി, അണലി, പിന്നെ പറക്കുന്ന അഗ്നി സർപ്പം. അത് നമ്മൾ അങ്ങോട്ട് പ്രശ്നത്തിന് അല്ലണ്ട, പറന്നിഞ്ഞു വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ ഇരിക്കുന്നിടത്തോട്ട് കുഞ്ഞു വരും. ചെല്ലി പറഞ്ഞു, എൻ്റെ അമ്മാമ്മ ഞാൻ ഒരു പ്രശ്നത്തിന് പോകുന്നില്ല, എന്നാലും എന്നെ അത് പറക്കുന്ന അഗ്നി സർപ്പമാണ്. നമ്മളൊന്നും മിണ്ടണ്ട, ചുമ്മാ അങ്ങ് ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ചിലത് കേട്ടേ ഒക്കുള്ളൂ. കേട്ടിരിക്കും, ചിലപ്പോൾ ഒന്ന് മൂളി എന്ന് വരും. ആ ഒറ്റ മൂളി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കും. പറക്കുന്ന സർപ്പം. ഇങ്ങനെ പ്രശ്ന കലുഷിതമായ സ്ഥലമാണ്. ഇതിന്റെ നടുവിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചും ആരാധിച്ചും, ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥന വിടുതലിന്റെ പ്രാർത്ഥനയാകണം. ഓരോ മാസവും ഓരോ ആണ്ടും ഓരോ സമയങ്ങളിൽ നമ്മെ അലട്ടുന്ന ഇങ്ങനെയുള്ള വൈതരണികളുടെ മേൽ നമുക്ക് ജയമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതിന് ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരും. അബ്രഹാം തെക്കേ ദേശത്ത് വന്ന് കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ സാറായോട് പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാം. ഭാഗം ഇപ്പൊ എടുക്കുന്നില്ല, സാധാരണ ഞാൻ പറയാറുള്ളതാണ്. എന്തായാലും കൊള്ളാം, ധാരാളം സമ്പത്ത് മിസ്രൈമിൽ വെച്ച് ലഭിച്ചു. ഈ സമ്പത്തുമായിട്ട് അബ്രഹാം തെക്കേ ദേശത്ത് വന്നു. ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, ഈ സമ്പത്ത് കണ്ടമാനം വർദ്ധിക്കുന്നത് സമാധാനം വരികയല്ല, സമാധാനം കെടുക. എനിക്ക് നെഞ്ചിനകത്ത് നല്ലാസം ഉള്ളത് കൊണ്ട് ഇന്ന് വളരെ ശാന്തമായിട്ടായിരിക്കും സംസാരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സമ്പത്ത് വളരെ വർദ്ധിച്ചത് കൊണ്ട് ഒന്നിച്ച് പാർക്കാൻ പറ്റുന്നില്ല. വായിച്ചേ 13-ാം അധ്യായത്തിന്റെ മുകളിലൊന്ന് വായിച്ചേ, ഈ ഭാഗം ഒന്ന് വായിച്ചേ, ഇവിടം വായിച്ചോ. അവർ ഒന്നിച്ച് പാർക്കാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാൻ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഉണ്ടോ? അപ്പൊ ഈ സമ്പത്ത് കണ്ടമാനം വർദ്ധിക്കുമ്പോൾ ഒന്നിച്ച് പാർക്കാൻ പറ്റുന്നില്ല. ന്യായമായിട്ട് നിങ്ങൾ ചിന്തിച്ചേ, ഈ ബുദ്ധിമുട്ടും ഞരക്കവും പ്രയാസമൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് പാർക്കുമായിരുന്നു. പഴയ കൂട്ടുകുടുംബം. ഇപ്പൊ അതൊന്നും പറഞ്ഞാൽ പ്രസക്തം എല്ലാവരും അംഗീകരിക്കത്തില്ല. അപ്പനെ, അമ്മ, വല്യപ്പൻ, വല്യമ്മ, ഭാര്യ, ഭർത്താവ്, 4-5 പിള്ളേര്, അല്ലെ 5-8 പിള്ളേര്, ചിലപ്പോൾ അത്യാവശ്യം ബന്ധുക്കാരെല്ലാം കൂടെ ഒരു വീട്ടിൽ. അന്ന് ബുദ്ധിമുട്ടും ഞെരുക്കുമൊക്കെയാ. മിക്കപ്പോഴും കഞ്ഞിയായിരിക്കും വെക്കുന്നത്, ഒരു പുഴുക്കും മതി. കപ്പയും ചേനയും കാച്ചിലും എല്ലാം കൊണ്ട് മൊത്തം ഒരു പുഴുക്ക് കഞ്ഞി. അതെല്ലാവർക്കും വിളമ്പി കൊടുത്ത് വളരെ സന്തോഷം. പെന്തിക്കോസുകാരാണ് സന്ധ്യ ആകുമ്പോൾ തമ്പേർ വെക്കടിച്ച് പാട്ടും പാടി പ്രാർത്ഥിച്ച് ഈ കഞ്ഞിയും പുഴുക്കൂടെ കഴിക്കും. വളരെ സന്തോഷം. ആ ദുരിത കാലമെല്ലാം മാറി പിള്ളേരിപ്പോൾ അമേരിക്കയിലും ഗൾഫിലും ലണ്ടനിലും കാനഡയിലും പോയത് കുറ്റമാണെന്നല്ല, നല്ല കാര്യം. പേർഷ്യയിലുമൊക്കെ പോയി ഇപ്പം ഇഷ്ടം പോലെ ചുറ്റുപാടായി. പിള്ളേർക്ക് ഇപ്പം സമ്പത്തായി, ചുറ്റുപാടായില്ലേ. ഇപ്പം എല്ലാവർക്കും പ്രൈവസി വേണം. ഒന്നിച്ച് മാർക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചേ,
അനിയനൊരു വീട്, അനിയനും ഭാര്യയും ഒരു കൊച്ചും. ചേട്ടൻ ഇപ്പറേ ഒരു വീട്, ചേട്ടനും ഭാര്യയും 2 കൊച്ചും. അപ്പറേ മൂത്ത ചേട്ടന് ഭാര്യയും ഒരു കൊച്ചും. മിക്ക വീട്ടിലും 1, 2 വകയാ. നടുവത്തെ ആളിന് അതിനപ്പുറം ഒരു വീട്. പഴയ തറവാട് പൊളിച്ചില്ല, അവിടെ അപ്പനും അമ്മയും. നേരത്തെ എങ്ങനായിരുന്നു? നിങ്ങൾ ഈ മനസ്സിലാകാതിരിക്കുകയാണോ അതോ മനസ്സിലായിട്ടും? സമ്പത്ത് വളരെ ആയിരുന്നത് കൊണ്ട് ഒന്നിച്ച് മനുഷ്യ പ്രകൃതിയാ. എല്ലാവർക്കും പ്രൈവസി. സ്തോത്രം. എല്ലാവർക്കും പ്രൈവസി. ഇവിടെ തന്നെ സംഭവിച്ചത്. സമ്പത്ത് വളരെ ആയിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. കണ്ടോ? നിങ്ങൾ ചില വീടുകൾ ശ്രദ്ധിച്ച് അപ്പനും അമ്മയും ഉണ്ട്, അവർ സെപ്പറേറ്റ്. മോനും ഭാര്യയും കൊച്ചും ഇപ്പറ. എന്നാൽ ഈ 4 എണ്ണത്തിനോട് ഒന്നിച്ച് താമസിച്ചാ പോരെ? ന്യായമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യായം പറ. അല്ലേ? അപ്പനും അമ്മയും ഒരു വീട്ടിൽ, തൊട്ടിപ്പറേ മോനും മരുമകളും ഒരു കൊച്ചും. എന്നാൽ പിന്നെ 5 പേർ കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പനും അമ്മയും താമസിക്കുന്നിടത്ത് 5 ബെഡ്റൂം, മോനും മരുമകളും താമസിക്കുന്നിടത്ത് 4 ബെഡ്റൂം. അപ്പം മൊത്തം 5 4 9 ബെഡ്റൂം 5 പേർക്ക്. പിന്നെ നിങ്ങൾ മനസ്സിലാകാതിരിക്കുകയാണോ? സ്തോത്രം. ആട്ടെ, ഈ കുറ്റം പറയല്ല, തെറ്റിദ്ധരിക്കരുത്. അമേരിക്കയിലൊക്കെ മിക്ക വീടുകളിലും അങ്ങനെ. അവിടുത്തെ കൾച്ചർ ആരാന്നാ പറയുന്നത്. ഞാൻ ഇനിയിപ്പോൾ അതിനെതിരൊന്നും പറയുന്നില്ല. എന്തായാലും സമ്പത്ത് വർദ്ധിച്ചത് കൊണ്ട് ഒന്നിച്ച് പാർക്കാൻ പറ്റുന്നില്ല. അടുത്ത വാക്യം. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. സമ്പത്ത് കൂടിയത് കൊണ്ടാ പിണക്കം. സമ്പത്ത് കൂടിയത് കൊണ്ട്. അപ്പൊ സമ്പത്ത് കൂടിയാൽ ഒന്നിച്ച് പാർക്കാൻ ഒക്കുന്നില്ല, പിന്നെ പിണക്കം. ചേട്ടൻ 2 നില വെച്ചു. ഉടനെ അനിയനും ഭാര്യയ്ക്കും ചിലയിടങ്ങളിൽ അനിയത്തി പറയാം, അവർ 2 നില വെച്ചു, നിങ്ങൾ ഇങ്ങനെ നടക്കുക, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല. എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ നെഞ്ചങ്ങ്. എല്ലാവരുടെയും കാര്യമല്ലേ പറഞ്ഞത്. ഒന്നെങ്കിൽ നിങ്ങൾ 2 നില വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വിട്ടേച്ച്. ഈ ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൂനറിഞ്ഞ് നവർന്നാ പോരെ. പിണക്കം. ദൈവമക്കൾ പിണങ്ങരുത്. കയ്പിന്റെ വേര് പോലും മുളയ്ക്കരുത്. അതാ പ്രമാണം. ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച 2 നാഴിക നടക്കണം. നമ്മളൊക്കെ തന്ന പ്രമാണം അതാ. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം. പിണങ്ങരുത് ആരോടും. ചിലപ്പോ നിങ്ങളിപ്പോ പറയാം, പാസ്റ്റർ എനിക്ക് ആരോടും പിണങ്ങില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് മിണ്ടാൻ ചെന്നാലും എന്നോട് ആരോടും പിണങ്ങരുത്. സകല മനുഷ്യനോടും നന്നായിട്ട് പറ. സ്നേഹമൊന്നും അങ്ങനൊന്നും അല്ല. സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. സകല മനുഷ്യനോടും. അപ്പൊ അതിനകത്ത് എല്ലാവരും വരികയല്ലേ. അമ്മായിയമ്മയോട് പിണങ്ങരുത്. എൻ്റെ കൊക്കിന് ജീവനുണ്ട്, തള്ള ഞാൻ ഈ വീട്ടിൽ, അയ്യോ അങ്ങനെ പറയരുത്. അത് പറഞ്ഞു വെച്ച് ഓളിനകത്ത് വരുന്ന പിടപിടപിടാന്നങ്ങ് മറുഭാഷ പറയുക. പാടില്ല. ഞങ്ങളുടെ അച്ചായൻ്റെ പെങ്ങള് ഈ വീട്ടിൽ ഞാൻ കയറ്റുകയല്ല. എന്നോട് ചെയ്തെന്നും പറഞ്ഞതും ഒന്നും
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ഇവിടെ വന്നത് ഞാൻ ഉപവാസമാണ്. അവരോട് മിണ്ടായിരുന്നോ? സകല മനുഷ്യനോട് വന്ന ശല്യ പറഞ്ഞ് കണ്ടിട്ടില്ലേ? ഞാൻ എല്ലാവരോടും മിണ്ട, പക്ഷെ ആ പുള്ളിയോട് ഞാൻ. അപ്പൊ ഈ വാക്യം തിരുത്തണമല്ലോ. അപ്പൊ ഈ വാക്യം തിരുത്തണ്ടേ? സകല മനുഷ്യരോടും പിണങ്ങരുത്. കഴിവിന്റെ പരമാവധി ഉടക്കുണ്ടാക്കാനും നിൽക്കരുത്. ഒഴിഞ്ഞു മാറണം. ചില സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു മാറണം. യേശുവിനെ പറ്റി വായിക്കുന്നത് കർത്താവോട് നിന്ന് അങ്ങ് വാങ്ങിപ്പോയെന്ന. ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങ് വാങ്ങിപ്പോയത്. മണ്ടനാന്ന് പറയും, പേടിച്ചിട്ടാന്ന് പറയും, തോറ്റെന്ന് പറയും. അങ്ങനെ ഇരിക്കട്ടെ. നീ ചില സന്ദർഭങ്ങളിൽ നമ്മൾ തോക്കുന്ന നല്ലതാ. തോക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് നമുക്കൊരു ജയം. പെരിസ്യരും അന്ന് ദേശത്ത് കനാന്യരും പെരിസ്യരും ദേശത്ത് പാർക്കുമാരുടെ അബ്രഹാമിന്റെ ആ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും കൂടെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കനാന്യരും പെരിസ്യരും പാർക്കുന്നതിനിടെ കിടന്ന യവമാര് തമ്മിൽ ജാതികൾ ഇതെല്ലാം കാണുക. സ്തോത്രം. കനാന്യരും പെരിസ്യരും പാർക്കുക. അതിനിടെ കിടന്ന അബ്രഹാം പാസ്റ്ററുടെ അസിസ്റ്റന്റുമാരും ലോത്ത് പാസ്റ്ററുടെ നമ്മൾ പെന്തിക്കോസുകാരായതുകൊണ്ട് അങ്ങനെ അങ്ങ് പറയാം. ജാതികള് കനാന്യരും പെരിസ്യരും പാർക്കുന്നതിനിടാ ചർച്ചക്കോടും IPC കൂടെ അടി. പാടില്ല. അടിച്ച നല്ല ഈ പറഞ്ഞത് പാടില്ല. സൗത്ത് സെന്ററും നോർത്ത് സെന്ററും കൂടെ പാടില്ല. അവരുടെ ഇടയിൽ തിരുനാമം ദുഷിക്കപ്പെടുക. അപ്പൊ അതിനെന്നാ പോംവഴി? ഒറ്റ പോംവഴിയേ ഉള്ളൂ. ഒരാളങ്ങ് ക്ഷമിച്ചേക്കണം. ഒരാള് ക്ഷമിച്ചേക്കണം. ചിലപ്പോൾ നഷ്ടം വന്നെന്ന് വരട്ടെ. നഷ്ടം വന്നെന്ന് വരട്ടെ. എനിക്ക് നെഞ്ചിനകത്ത് നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വളരെ ശാന്തമായിട്ടായിരിക്കും എന്ന് സംസാരിക്കുന്നത്. പകൽ എനിക്ക് വലിയ കുഴപ്പമില്ല. ഈ സന്ധ്യ ആയപ്പോൾ എനിക്കൊരു വായുവിൻ്റെ ആയിരിക്കാം, നല്ല ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ തോക്കുന്ന നല്ലതാ. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, കനാന്യരും പെരിസ്യരുമൊക്കെ ദേശത്ത് പാർക്കുക. ഈ വഴക്കും ശണ്ടയുമെല്ലാം രൂക്ഷമാകുമ്പോൾ ആത്മീകനെ തിരിച്ചറിയുന്നത് എങ്ങനെ? അടുത്ത വാക്യം വായിക്കും. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ല. അയ്യോ, നമ്മളെല്ലാം പെന്തിക്കോസുകാരാ. IPCയോ ചർച്ചക്കോടോ അസംബ്ലീസ് കോഡോ ഷാരോനോ TPMോ അതെന്തേലും ആയിക്കോട്ടെ, പക്ഷെ നമ്മളെല്ലാം പെന്തിക്കോസുകാരാ. ഞായറാഴ്ച ഈ പുസ്തകം എടുത്തോണ്ടാ നമ്മള് ഓടുന്നേ. പാടില്ല, വഴക്ക് പാടില്ല. നമുക്ക് തമ്മിൽ, നമ്മുടെ ഇടയന്മാര് തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. ആത്മീകൻ വെളിപ്പെടുന്ന കണ്ടോ? സ്തോത്രം. ഒന്നുകൂടെ വാക്യം വായിച്ചേ ദൈവദാസി. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്,
അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്. അയ്യോ പിണക്കം എന്തേലും ഉണ്ടെന്ന് പറഞ്ഞ് പരിഹരിക്കേ. നാം നമ്മൾ സഹോദരന്മാരാ. സ്തോത്രം. നമ്മൾ സഹോദരന്മാരാ. ഇങ്ങനെയുള്ള രംഗങ്ങളിലാണ് നമ്മുടെ ആത്മീയം വെളിപ്പെടേണ്ടത്. നാം സഹോദരന്മാരാ. അടുത്ത വാക്യം, ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും പോയിക്കൊള്ളാം. ആത്മീയന്റെ ലക്ഷണം കണ്ടോ? ആത്മീയന്റെ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ ആത്മീയം വെളിപ്പെടുന്നത്. സ്തോത്രം. അബ്രഹാം ചെന്ന് പറഞ്ഞു, നമ്മൾ പിണക്കമൊന്നും ഉണ്ടാകരുത്, വഴക്കുണ്ടാക്കരുത്, നമ്മൾ സഹോദരന്മാരാ. സ്തോത്രം. നീ ഇടത്തോട്ടാണ്, ഞാൻ വലത്തോട്ട് പൊക്കോളാം. നമ്മൾ നേരെ തിരിച്ചാ. ചുണയുണ്ടെങ്കിൽ നീ വലത്തോട്ടൊന്ന് കാല് വെക്കാം, നിന്റെ കുതി ഞാൻ വെട്ടും. പിന്നെ നമുക്ക് ഓരോ ഡയലോഗാ. സ്തോത്രം. നീ ആണാണെങ്കിൽ എൻ്റെ തനിനിറം നിനക്കെന്നെ അറിയത്തില്ല ഞാൻ ആരാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ നീ എന്നെ പറ്റി ഒന്ന് അന്വേഷിക്കണം. ഞാൻ ഞൊടിച്ചാ മതി 318 അപ്പിയാസി വരും. നിന്റെ പൊടി പോലും. അബ്രഹാം ഇതൊന്നും വേണ്ടിയില്ല. ആ എളിമ, വിധേയത്വം. നീ ഇടത്തോട്ടാണ്, ഞാൻ വലത്തോട്ട് പൊക്കോളാം. നീ വലത്തോട്ടാണ്, ഞാൻ. സ്തോത്രം. 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 അടുത്ത വാക്യമായിര്. അപ്പോൾ ലോത്ത് നോക്കി. അബ്രഹാം ഇത് പറഞ്ഞപ്പോ ലോത്ത് നോക്കി. യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. രണ്ട് പദമാ. നോക്കി കണ്ടു. അതൊരു നല്ല നോട്ടമല്ല. നല്ല നോട്ടവുമല്ല, നല്ല കാഴ്ചപ്പാടും അല്ല. നോക്കി കണ്ടു. ഞാനിങ്ങനെ പറയാനുണ്ട്, ഈ കണ്ണ്, ഈ നോട്ടം വല്യമ്മച്ചിയുടെ നോട്ടമാണ്. വായിച്ചേ, ഉൽപ്പത്തി 3:6 ഗ്രാൻഡ് മദറിന്റെ നോട്ടമാണ്. വായിക്കേ, 3:6 കണ്ടിവിടെ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിച്ച നോട്ടം തന്നെ അവനും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ നോക്കുമ്പം അവന്റെ വല്യപ്പൻ ലൂക്കാച്ചായന്റെ സെയിം പാരമ്പര്യമേ. നല്ല പാരമ്പര്യമാണ്, നല്ലതാ. ഏതാ? വല്യപ്പച്ചൻ പ്രാർത്ഥിക്കുന്നവനാ, ആ കൊച്ചുമോനും പ്രാർത്ഥിക്കുന്നവനാ, അത് നല്ലതാ. വല്യപ്പച്ചൻ അഭിഷേകം പ്രാപിച്ച് നന്നായിട്ട് ആത്മാവിലാകും, ആ കൊച്ചനും അതുപോലെ തന്നെ, അത് നല്ലതാ. സ്തോത്രം. കൊച്ചനും അതുപോലെ തന്നെ, അത് നല്ലതാ. സ്തോത്രം. ആ വല്യമ്മച്ചി നല്ലതുപോലെ പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ഒരു അമ്മയോ, കൊച്ചുമോളും അങ്ങനെ തന്നെ, അത് നല്ലതാ. ആ അമ്മച്ചി സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു, ആ കൊച്ചുമോളും അങ്ങനെ തന്നെ. അങ്ങനെ പറയിപ്പിക്കരുത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന സ്ത്രീ കണ്ടു. അതാ ലോത്ത് നോക്കി. സ്ത്രീ കണ്ടു, തിന്നു. നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന സ്ത്രീ കണ്ടു. കണ്ടല്ലോ? അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? കണ്ടു. ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അടുത്ത പദം, ഉടനെ ഇരുവരുടെയും കണ്ണ്. അപ്പൊ ഇത് കഴിക്കുന്നതിന് മുന്നേ പൊട്ടക്കണ്ണനായിരുന്നു, പിന്നെ കണ്ണ് തുറന്നെന്ന് പറഞ്ഞു.
പൊട്ടക്കണ്ണനല്ല, കണ്ടതുകൊണ്ടല്ലോ ഇത് പറിച്ച് തിന്നത്. പക്ഷെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുക, ഇരുവരുടെയും കണ്ണ് അത് ഇങ്ങനെ അങ്ങ് ചിന്തിക്കുന്നതാ. ഒരു വിധത്തിൽ ജഡത്തിന്റെ കണ്ണ്, ലൗകിക കണ്ണ്, ആത്മകണ്ണങ്ങ് അടഞ്ഞു. ലൗകികമായ കണ്ണ് ദൃക്ക് തുറന്നു. ഇതാ കൊച്ചുമോന് കിട്ടിയത്. അപ്പോൾ ലോത്ത് നോക്കി, യോർദാനരികെയുള്ള സ്ഥലമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ടു. ഇനി മൈര ആ വാക്യം. യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. അത്രയ്ക്ക് ഫലപുഷ്ടമായ സ്ഥലമാ ലോത്ത് തെരഞ്ഞെടുത്തത്. യഹോവയുടെ തോട്ടം പോലെയുള്ള സ്ഥലം ലോത്ത് തെരഞ്ഞെടുത്തു. യഹോവയുടെ തോട്ടത്തെ പറ്റി സൈമൺ സാറ് വേദവികാരത്തിന്റെ പ്രാരംഭ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടമായി. ഇന്നിപ്പം നെഞ്ചിനകത്തൊരു പ്രയാസം ഉള്ളത് കൊണ്ട് ശ്വാസം പിടിച്ചു എല്ലാം ബുദ്ധിമുട്ടാണ്. എന്നാലും കൊടുത്തിരിക്കുന്നതിനാ കേരവും ജംബീരവും ഈന്തലും കരിമ്പുള്ളി പേരയും നാഗരംഗമാകന്തം മാതുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം കമ്രമാം താത്രി താലം ജാലങ്ങൾ പീലിക്കളും പീലുകാപ്പി ഗന്ധപുഷ്പങ്ങളേക്കും ചമ്പുകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷദ്രുമവും സപ്തച്ചതം 7 പാല സപ്തം 7 ഛതം പാല 7 പാല ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക. ആട്ടെ, അത്രയും ഇപ്പൊ കേട്ടാ മതി. ഇത് ഇത്രയും കേട്ടിട്ടും വലിയ പ്രതികരണമൊന്നുമില്ല. പിന്നെ ബാക്കി ഞാൻ ശ്വാസം പിടിച്ച് പാടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അത് തന്നെ കൂടിപ്പോയെന്നാ എനിക്കിപ്പം. അപ്പൊ അത്രയ്ക്ക് ഫലപുഷ്ടമായ സ്ഥലമായിരുന്നു ഈ തോട്ടം. നല്ല തോട്ടം, ശ്രീവിളങ്ങുന്ന തോട്ടം. നന്ദനം, ചൈത്രരഥം, ഇത്യാദി പുരാണങ്ങൾ അങ്ങനെ സാറ് കൊടുത്തേക്കുന്നത്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ള സുന്ദര സുരബലമായ തോട്ടം, ആ തോട്ടം പോലായിരുന്നു ലോത്ത് തെരഞ്ഞെടുത്ത ഈ സ്ഥലം. കണ്ടോ, ലൗകിക കണ്ണ് വിഷയമാ പുള്ളിയുടെ ഉന്നം. വീട് പണിയാൻ കൊള്ളാവുന്ന സ്ഥലം, ബിസിനസ് നടത്താൻ കൊള്ളാവുന്ന സ്ഥലം, ആൾക്കാർക്ക് വരാനും പോകാനും കൊള്ളുന്ന സ്ഥലം. ഒരു ഫങ്ഷൻ ഉണ്ടായാൽ, ഫങ്ഷൻ കാത്തിരിപ്പ് യോഗമൊന്നുമല്ല, കൺവെൻഷൻ ഒന്നുമല്ല, കല്യാണം, അടിയന്തിരം, വിരുന്ന്, പിന്നെന്താ ഇംഗ്ലീഷിലാണ്ട് പറയൂല, ഗെറ്റ് ടുഗദറും. അമ്മാമ്മ ഫ്ലോറിഡയിൽ നിന്ന് വന്നതല്ലേ, അപ്പൊ അമ്മാമ്മ ഇംഗ്ലീഷ് പറയാം. ആണോ? ഗെറ്റ് ടുഗദർ. അമ്മാമ്മയെ കൊണ്ട് പറയിപ്പിക്കാനും കൂടെ. സ്തോത്രം. അതിനെല്ലാം പറ്റിയ സ്ഥലമാ ലൗകിക കണ്ണ്. ആ മോന്റെയോ മോടെയോ വിവാഹം നടക്കുകയാണ്, ആൾക്കാർക്ക് വരാനും പോകാനും. നൈറ്റില് നമ്മളിപ്പോ ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അത് ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെ. കാരണം വരുന്നവർക്കെല്ലാം ഇച്ചിരി അജീർണത നന്നായിട്ട്. സ്തോത്രം. അപ്പൊ അതിനെല്ലാം ദൈവമക്കൾ, ഇപ്പോഴത്തെ കാലം അനുസരിച്ച് ദൈവമക്കൾ വന്നാൽ വണ്ടി പാർക്ക് ചെയ്യാനും, സ്തോത്രം, വലിയ ബന്ധപ്പാടില്ലാതെ കൂട്ടായ്മയ്ക്ക് വരാൻ സൗകര്യം. ഇതൊക്കെ ആത്മീകർ നോക്കുന്നത്. ഞങ്ങളെ ഉപദേശിമാരാണ് എവിടെയെങ്കിലും ചെന്ന് ആദ്യം കൺവെൻഷൻ നടത്താൻ പറ്റിയ സ്ഥലമാണോ എന്നാ. അതാ ഇപ്പൊ ഒരു വീട്ടിൽ തന്നെയാണെന്നല്ലോ നമ്മൾ കയറി, യോഗം നടത്താൻ പറ്റിയ ഹാളാന്നല്ലോ. 100-155 പേർക്ക് സുഖമായിട്ട്. എന്നാ അനാൽമീയം ചെന്നാ വെള്ളം അടിക്കാൻ പറ്റിയ സ്ഥലമാണോ? സ്തോത്രം. ഒരു ആത്മീയന്റെ ചിന്ത മുഴുവൻ ആരാധന, പ്രാർത്ഥന, കൂട്ടായ്മ, അതിന് പറ്റിയ സ്ഥലമാണ്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ലോത്ത് നോക്കി, ഈ യോർദാനരികെയുള്ള സ്ഥലമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ടു, അതങ്ങ് തെരഞ്ഞെടുത്തു. അടുത്ത വാക്യം വായിച്ചേ. ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയും, പുള്ളി എങ്ങോട്ടാ പോയത്? കിഴക്കോട്ട്. ഈ ഗുണം വരാത്തവനെല്ലാം പോകുന്നത് എങ്ങോട്ടാ?
ഇങ്ങോട്ട് നോക്കാം മാം. ഗുണം പിടിക്കാത്തവനെല്ലാം പോകുന്നത് കിഴക്കോട്ട്. എന്റെ ഭാഷയാ, പരുവക്കേടുകാർ മുഴുവൻ പോകുന്നത്. ഒരു വാക്യം മാമ വായിച്ചേ. അവനെ വകവരുത്തി. വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ച ഹാബേലിനെ തട്ടി. സ്തോത്രം, സ്തോത്രം. ഇന്നും ഹാബേലിന്റെ രക്തം നിലവിളിക്കുക. പുസ്തകം പഠിപ്പിക്കുന്ന ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. അപ്പൊ ആദ്യം ദൈവം ഹാബേലിൽ പ്രസാദിച്ചു. പ്രസാദിച്ചവനെ കയ്യൻ കൊന്നു. ദൈവം പ്രസാദിച്ചവനെ, ദൈവപ്രസാദമുള്ളവനെ, ദൈവം അവൻ അനുഗ്രഹിച്ചവനെ, ദൈവം മാനിച്ചവനെ, ദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനെ കയ്യൻ കൊന്നു. ഇന്നും അതല്ലേ നടക്കുന്നേ? ഇന്ന് കത്തികൊണ്ട് കൊല്ലുന്നില്ലെന്നേ ഉള്ളു. എന്തേലും ഒന്ന് പരമാർത്ഥ മനസ്സോട് ദൈവത്തെ ആരാധിച്ച ഹാബേലിനെ കയ്യൻ കൊന്നു. കൊന്നേച്ചുവൻ നേരെ എങ്ങോട്ടാ പോയത്? അതാ ഞാൻ പറഞ്ഞ ഗുണം പിടിക്കാത്തവനെല്ലാം കൂടെ കിഴക്കോട്ട്. എന്നാലും നമ്മൾ ചില പരസ്യങ്ങളില് കിഴക്കിന്റെ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. കിഴക്കിന്റെ ചുമ്മാ ഇരിക്കല്ലേ, പൂരിപ്പിക്കുക. ചില നോട്ടീസിലൊക്കെ കണ്ടില്ല, കിഴക്കിന്റെ നിതാന്ത വന്ധ്യ ദിവ്യ കിഴക്കിന്റെ ഗുണം പിടിക്കാത്തവനെല്ലാം പോയത്. സ്തോത്രം. നേരെ കിഴക്കോട്ടാ പോയത്. ഇനി ഓരോരുത്തരെ കൊണ്ട് ഞാൻ തെളിയിക്കാം. ഇനിയും കിഴക്കോട്ട് പോയോ പിന്നെ ഇവന്മാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അമ്മാമത് ഈ വാക്യം വായിച്ച് വായിക്കും താളൊക്കെ എന്നാത്തിന് ഇവിടുത്തെ വായില്ലേ? ഞാൻ പറഞ്ഞിടം വായിക്കും. 1-ാം വാക്യം മുതൽ വായിക്കും. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. സിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവീൻ. ഇത് നിമ്രോദിന്റെ നേതൃത്വത്തിൽ എങ്ങോട്ട് പോയി? കിഴക്കോട്ട്. നേരെ കിഴക്കോട്ട്. എന്തിനു പോയതാ? കാത്തിരിപ്പ് യോഗത്തിനാണോ? അല്ല, ബാബേൽ ഗോപുരം പണിയാൻ. ദൈവത്തിന് എതിരായി, ദൈവപ്രവൃത്തിക്കെതിരായി, ദൈവത്തിന്റെ പ്ലാനിന് വിരുദ്ധമായി. കാരണം അവരുടെ ചിന്ത നോഹയുടെ കാലത്ത് വെള്ളം പൊങ്ങി, ഇനി അഥവാ ഒരു വെള്ളം പൊങ്ങിയാൽ എല്ലാരും ഒന്നും തീരരുത്, ഒരു ഗോപുരം പണിയണം. അത് നിമ്രോദിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ നായാട്ട് വീരൻ. അപ്പൊ അവന്റെ നേതൃത്വത്തിൽ പോയത് അങ്ങോട്ടാ? നേരെ കിഴക്കോട്ട്. കയ്യൻ പോയതും കിഴക്കോട്ട്, നിമ്രോദ് പോയതും കിഴക്കോട്ട്, മിസ്റ്റർ ലോത്ത് പോയതും കിഴക്കോട്ട്. ഇനിയും തെളിവ് വേണോ? ഇത്രയും പോരെ? വേണോ? ഇനിയും തരാം. സ്തോത്രം. പരുവക്കേടുകാരെല്ലാം പോയത് കിഴക്കോട്ട. അങ്ങനെ ലോത്ത് കിഴക്കോട്ട്. വായിച്ച ആ വാക്യം വായിച്ച. അങ്ങനെ ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. പുള്ളി കിഴക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. അടുത്തത് അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാമും ലോത്തും തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. അതാ അബ്രഹാം നേരെ കനാൻ ദേശത്ത് പാർത്തു. പിന്നെ ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാനിങ്ങനെ പറയാം, അബ്രഹാം ലോത്തും രണ്ടുപേരും പാർത്തു.
ലോത്ത് ടൗണേറിയ, എൻ്റെ ഭാഷയാ കേട്ടോ, ഇപ്പം ബിബ്ലിക്കലായിട്ടൊന്നും ശരിയെന്ന് വരികയല്ല, പാർത്തു. അബ്രഹാം അല്ലല്ല, മലേറിയായി പാർത്തു. അസുഖമല്ല, മലേറിയ, ഹില്ലേരിയ. അമ്മാമ്മ ഇംഗ്ലീഷ് പറഞ്ഞു, ഞാൻ മലയാളം പറയാം. ഹില്ലേരിയ ആയിക്കോട്ടെ, സ്തോത്രം. പക്ഷെ അബ്രഹാം പാർത്ത സ്ഥലം കനാന. എന്തുവാ കനാന്റെ പ്രത്യേകത? വായിച്ച് ആവർത്തന 8:7 വായിക്കും. ഇത് മറയ്ക്കാതെ കണ്ട് ആവർത്തന 8:7 കനാന്റെ പ്രത്യേകത. ചടിയടാന്ന് വായിക്കണം. ആവർത്തന 8:7. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്ന. താഴ്വരയ്ക്കും മലയ്ക്കും പുറപ്പെടുന്ന നീരെടുക്കളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പ് യവവും മുന്തിരി അത്തിയും മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയ്ക്കുന്ന താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. കയ്യും കെട്ടി വായും മൂട്ടിയിരിക്കാനല്ല, സ്തോത്രം ചെയ്യണം. ഇത് കനാനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. കനാൻ നല്ലൊരു ദേശം, കനാൻ. വേറൊരു ഭാഗത്തുണ്ട് പാലും തേനും ഒഴുകുന്ന ദേശം, പാലും തേനും. ഞാൻ കഴിഞ്ഞ ദിവസം സഭയെ പ്രസംഗിച്ചപ്പം പറഞ്ഞ ആ ഭാഗം, പാലും തേനും എന്ന് പറഞ്ഞ ഇങ്ങനെ റോഡിൽ കൂടെ എല്ലാം തേൻ ഒഴുകുകയും പാലൊഴുകുകയും ചെയ്യുന്നതല്ല അതിൻ്റെ അർത്ഥം. അങ്ങനൊന്നും നടക്കുന്ന കേസല്ല. ചെല്ലി ധരിച്ചേക്കുന്ന കനാലോട്ട് കയറുമ്പോൾ ഇങ്ങനെ റോഡ് മുഴുവൻ പാലും തേനും. തെന്നി വീഴുകയല്ലേ? തെന്നി വീഴുന്നെടുത്താണോ ദൈവം കൊണ്ടുപോകുന്നേ? ഈ റോഡിൽ കൂടെ എല്ലാം തേനും പാലും ഒഴുകുന്നതല്ല, ദേശത്തിന്റെ പുഷ്ടി. വേറെ പഠിതാക്കൾ പറയുന്നത് നല്ല പുല്ലും പുഷ്പവുമുള്ള ദേശം. അതാ പുല്ല് ധാരാളം ഉള്ളത് കൊണ്ടാ കന്നാലിക്ക്, അതുകൊണ്ടാ പാലിഷ്ടം പോലെ. പുല്ല് എമ്പടി ഉള്ളത് കൊണ്ട് കന്നാലിക്ക് യഥേഷ്ടം കഴിക്കാം. കന്നാലി യഥേഷ്ടം കഴിച്ചാൽ പാലിഷ്ടം പോലെ. പുല്ലും പുഷ്പം ഉള്ളത് കൊണ്ടാ തേൻ. പുഷ്പത്തിനകത്ത് നിന്നില്ലയോ തേൻ? അതാ പുല്ലും പുഷ്പവും ഉള്ള നല്ല ദേശത്തിന്റെ സമൃദ്ധി. ലോത്ത് പാർക്കുന്ന സ്ഥലത്ത് പുല്ലും പുഷ്പവും വല്ലതും ഉണ്ടോ? മുഴുവൻ ഫ്ലാറ്റാ. ഒടുവിൽ താണ്ട ഫ്ലാറ്റ്, ഒടുവിൽ സംഭവിച്ചത്. ഒടുവിൽ സംഭവിച്ച ഗതികേടൊന്നും പറയാനൊക്കത്തില്ല. അപ്പനും 2 പെൺപിള്ളേരും കൂടെ ഓടി. തള്ള പുറകോട്ട് നോക്കി. അവിടെ നിൽക്കുന്നെന്ന് പോയിച്ചു വന്നവർ പറയുന്നു, എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടില്ല, തള്ള തന്നെയാണോ ഇനി വേറെ വലിയൊരു എനിക്കറിയത്തില്ല. അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാനിപ്പോൾ സമർത്ഥിക്കുന്നില്ല. പിന്നെ പോയിച്ചു വന്നവർ പറയുന്നു പുള്ളിക്കാർ തന്നെയാണ്. അമ്മാമ്മ പോയോ? ആ തള്ളെ കണ്ടോ? അതിനെ ആ ഏരിയയിലോട്ട് പോയില്ലേ? അവര് തന്നെയാണോ നമുക്ക് തീർത്ത് പറയാം ഒക്കത്തില്ല. എനിക്ക് ഒന്ന് പോണമെന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പനും 2 പെൺപിള്ളേരും കൂടെ ഓടി. ഈ ദൂതൻ പറഞ്ഞ സ്ഥലത്ത് വരെ ഓടാനൊത്തില്ല. അവസാനം അടുത്ത് കണ്ടൊരു സ്ഥലത്ത് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങ് കയറി, വല്ലച്ചാതി അങ്ങോട്ട് കയറാൻ പറഞ്ഞു. കയറി 2 പേരും കൂടെ 3 പേരും അപ്പനും 2 പെൺപിള്ളേരും കൂടെ ഒരു ഗുഹയ്ക്കകത്ത് പാർത്തു. നീ ആത്മീകമായിട്ട് ചിന്തിക്കണം, ആത്മീക വിഷയം. ആ ഗുഹയ്ക്കകത്ത് അപ്പനും 2 പെൺപിള്ളേരും കൂടി ഇരിക്കുമ്പം ചേടുത്തി അനിയത്തിയും കൂടെ ഒരു ഡയലോഗ്. ചേടുത്തി അനിയത്തോട് പറഞ്ഞു, കുഞ്ഞുഞ്ഞമ്മേ ഇനി നമ്മുടെ കല്യാണം ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം ചോദിച്ചു, അതിനാ മേരി മാമി? ഞാൻ 2 പേർക്കും പേരിട്ടെന്നേ ഉള്ളൂ, അവരുടെ പേരൊന്നും അല്ല കേട്ടോ. ഞാനിപ്പം അങ്ങിട്ട പേരാ. കുഞ്ഞുഞ്ഞമ്മ ഇനി നമ്മുടെ കല്യാണം ഒന്നും നടക്കുമെന്ന് ഒന്നും തോന്നുന്നില്ല. അതന്നെ. അപ്പൊ ഇപ്പൊ ഗോവയ്ക്കകത്തിന്റെ പെണ്ണുങ്ങൾ പറയാ, എടി ഇനി ഭൂമിയിൽ ഒറ്റ പുരുഷന്മാര് പോലും, അതാ നമ്മളെ കെട്ടാനും വാഴാനും ഒന്നും ഒരുത്തനും
അങ്ങനെ അവർ പറഞ്ഞ 19:31 വായിച്ചേ. മൊത്തം വാക്യം വായിക്കരുത്, ഞാൻ പറയുന്നത് ഭാഗം മാത്രമേ വായിക്കാവൂ. ദോഷമൊപ്പിച്ച് വെക്കരുത്. 19 അധ്യായത്തിന്റെ 31 താഴെയല്ലേ 31 വാക്യം, ഒന്ന് വായിച്ചേ. ഭൂമിയിൽ എല്ലായിടവും ഉള്ള അല്ലല്ല, മൂത്തവൾ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമ്പം ഇങ്ങോട്ട് നോക്കിയേ, എങ്ങനെ ഇരിക്കുമ്പോളാ? ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ഉണ്ടോ? ഗുഹയ്ക്കകത്ത് ഇരിക്കുമ്പോൾ. ഞാൻ ഇതിനകത്തെ ആത്മീക പാഠം എന്നെ ചിന്തിപ്പിച്ചതാ. എനിക്ക് ഒരു ഡൗട്ട് വരുന്നു. പണ്ട് സൗദിയിലുണ്ടായിരുന്ന ആളാണ് നമ്മുടെ ഷൗമികല് മാസോടെ അനുജന്റെ മോനല്ലേ സാജിബ്, നമ്മുടെ കുണ്ടറയിലല്ലേ. ഞാൻ എനിക്ക് ഡൗട്ട് വന്നത്. പിന്നെ ഒന്നൊന്ന് നോക്കി. ഇപ്പം നമ്മൾ കണ്ടിട്ട് ഒരു 10 കൊല്ലമെങ്കിലും ആയി, 10 കൊല്ലത്തിൽ കൂടുതലായെന്ന് തോന്നുന്നില്ലയോ? ഞാൻ വീട്ടിൽ വന്നതാ, എനിക്ക് ഭക്ഷണമൊക്കെ തന്നതാ, സ്വോത്ര കാഴ്ചയും തന്നതാ. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. കുണ്ടറ ആനിമാമയുടെ അനിയത്തിയുടെ മോളം കാണ്ടല്ലേ? അത് തന്നെ. രണ്ട് ആൺപിള്ളേരെ ഒരു മോനുണ്ടായിരുന്നല്ലോ, എന്തി ദൈവത്തിന് മകത്ത്. അത് വർഷങ്ങൾക്ക് മുമ്പാ കണ്ടവട്ടെ. അപ്പൊ ഇതിനകത്ത് ആത്മീക പാഠം, ദൈവത്തിന് മഹത്വം. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമ്പം ഗുഹയ്ക്കകത്ത് കയറി. എന്തിനാ ഇപ്പം ഓയ്ക്കകത്ത് കയറി ഇരിക്കുന്നത്? വീട്ടിൽ ഇരുന്നതല്ലേ? വീട്ടിലിരുന്നതല്ലേ? ഭൗതികം ലക്ഷ്യമാക്കി, ലൗകികം ലക്ഷ്യമാക്കി, സാമ്പത്തിക ഭദ്രത ലക്ഷ്യമാക്കി, ശരീരസുഖം ലക്ഷ്യമാക്കി, ജഡീക സുഖം ലക്ഷ്യമാക്കി അല്ലയോ നീയും നിന്റെ പിള്ളേരും കൂടെ. നമ്മുടെ കാര്യമല്ല, ലോകത്തിന്റെ കാര്യമാ. നമ്മൾ പേടിക്കൊന്നും വേണ്ട. അല്ലയോ ലോകത്തെ, നീ വിളി കേട്ടെ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി. പക്ഷെ നിനക്ക് ദൈവിക ദർശനമല്ല വിഷയം. നിന്റെ ദർശനത്തിന് മങ്ങല് വന്നു, കാഴ്ചപ്പാട് തെറ്റി. സ്തോത്രം. കാരണം അബ്രഹാം കൂടാരത്തിലാ പാർക്കുന്നത്, കൂടാരവാതുക്കൽ. ലോത്തിരിക്കുന്നതോ പട്ടണവാതുക്കൽ. 18:1 19:1 പെട്ടെന്ന്. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതുക്കൽ. അപ്പൊ ചുരുക്കി പറഞ്ഞ അബ്രഹാം എവിടാ? കൂടാരവാതുക്കൽ. ലോത്തിരിക്കുന്നതോ 19:1. ആ 2 ദൂതന്മാർ എത്തി പട്ടണവാതുക്കൽ. അപ്പൊ ലോത്ത് എവിടാ? പട്ടണവാതുക്കൽ. അബ്രഹാം ഇരിക്കുന്നത് രണ്ടുപേരും വാതുക്കല, പക്ഷെ വാതിലിന് വ്യത്യാസമുണ്ട്. അബ്രഹാം കൂടാരവാതുക്കലായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്തെ പാഠം ഇത്രയുള്ളൂ. അബ്രഹാം കൂടാരത്തിലാ വസിക്കുന്നത്. ലോത്ത് ടൗൺ ഏറിയായി ചെന്ന് നല്ല വീടില്ല. ലോത്ത് വീട്ടില്ല, അബ്രഹാം കൂടാരത്തില്ല. ലോത്തിന് നല്ല വലിയ വീടായിരുന്നു എന്നൊക്കെയാ പറയുന്നത്. നല്ല വീടാ, അതുകൊണ്ടാണല്ലോ സാക്ഷായും കതകും എന്നൊക്കെ ഉള്ള പ്രയോഗം വന്ന്. അല്ലേ? കതകും. സ്തോത്രം. അപ്പൊ ടൗൺ ഏറിയയിൽ അച്ചായൻ ഇപ്പൊ എവിടാ വന്നിരിക്കുന്നത്? ഗുഹേറിയായിൽ. ഇതിനകത്തെ ആത്മീക പാഠം, നമ്മുടെ ദർശനത്തിന് മങ്ങല് വരരുത്, കാഴ്ചപ്പാടിന് ഭംഗമൊന്നും വരരുത്. ഒന്നേയുള്ളനിക്കാനന്ദ ഉലകിൽ
യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയും ആനന്ദമുലകിൽ യേശുവിൻ സന്നിധിയാണ് യുവതേ. അന്നേരം മമ മാനസ ഒന്നയകലും വെയിലിൽ ഹിമം പോലൊന്നേയുള്ളെനിക്കാനന്ദ മുലകിൽ യേശുവിൻ സന്നിധിയാണ് യുവതേ. നമ്മുടെ ദർശനത്തിന് മങ്ങല് വരരുത്. സാഹചര്യങ്ങളും അന്തരീക്ഷമൊക്കെ മാറി മറിഞ്ഞു വരും. കാഴ്ചപ്പാട് തെറ്റരുത്. ടൗണേറിയയിൽ പാർത്ത് നല്ല വീട്ടിൽ പാർത്ത പുള്ളി വേണ്ടി ഇപ്പം ഗുഹയ്ക്കകത്ത്. അല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ 31 അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അല്ലല്ല, അങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞാൽ അപ്പനും 2 പെൺപിള്ളേരുടെ ഗുഹയ്ക്കകത്ത് ഇരിക്കുമ്പോൾ. അടുത്തത് അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട് നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കും. അടുത്തത് ഭൂമിയിൽ എല്ലായിടവും ഉള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല. മതി. ആ ഭാഗം പഠിച്ചാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. മൂത്തവൾ അനിയത്തിയോട് പറഞ്ഞു, മേരി ഇനിയിപ്പൊ നമ്മുടെ കല്യാണം നടക്കുമെന്നൊന്നും ഒരു പ്രതീക്ഷ. അമ്മയും പോയി, അപ്പച്ചനാന്ന് വൃദ്ധനുമായി. ഭൂമിയിലൊന്നും ഇനി ഒരു ആൺപിള്ളേരും. നിന്റെ വിചാരമല്ല, ദൈവത്തിന്റെ വിചാരം. ഇന്ന് രാത്രി അതിനകത്തൊരു ആത്മീയ പാഠം. ചില മാതാപിതാക്കൾ ചിന്തിക്കും, എന്റെ മകളുടെ വിവാഹം ഇനി നടക്കത്തില്ലെന്ന്. അത് മാനുഷികമാ, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ചിലപ്പോൾ അമേരിക്കയിലുള്ളവരൊക്കെ ചെല്ലി പറയാനുണ്ടോ, അയ്യോ മോക്ക് 40 കഴിഞ്ഞു, അല്ലെ 38 കഴിഞ്ഞു, 42 അതൊന്നും ദൈവത്തിന് വിഷയമല്ല. അല്ല, നമ്മുടെ വിചാരമല്ല, ദൈവത്തിന്റെ വിചാരം. പ്രായം കഴിഞ്ഞു, കാണാൻ വലിയ ചന്തമില്ല, കാശില്ല, അതൊന്നും ദൈവത്തിന് ഇത് വിഷയമല്ല. നിന്റെ തലമുറയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക്. ദൈവം വഴിയൊരുക്കും. തലമുറയുടെ വിഷയത്തിൽ ഞരങ്ങുന്ന ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, മക്കൾ അഹോബാതരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം, അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ അവയെ കൊണ്ട് തന്നെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ തലമുറയ്ക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയെ അനപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ പാളിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കേ. ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന പിതാവേ, മാതാവേ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും. വീതിന്റെ താക്കോൽ തോളുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയെ അനപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യ്. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. എന്റെ ദൈവത്താൽ അസാധ്യം ഒന്നുമില്ല. എന്റെ ദൈവത്താൽ എല്ലാം സാധ്യമാ. എന്റെ ദൈവം പ്രവർത്തിക്കും. എന്റെ ദൈവം അത്ഭുതം ചെയ്യും. എന്റെ ദൈവം എന്നെ സഹായിക്കും. എന്റെ ദൈവം എന്നെ വിടുവിക്കും. എന്റെ ദൈവം എന്നെ ഉദ്ധരിക്കും. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാ. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമാ. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. യഹോവയിൽ ആശ്രയിക്കും. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന എന്നെ ഭാഗ്യമുള്ളതാ. ദൈവത്തിന് മഹത്വം, 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 എന്റെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, സർവശക്തിയുള്ള ദൈവത്തിന് മഹത്വം, സർവശക്തിയുള്ള ദൈവത്തിന് മഹത്വം, സർവശക്തിയുള്ള ദൈവത്തിന് മഹത്വം, 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 എന്റെ ദൈവത്തിന് മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം. ഓ ജീസസ്, ജീസസ്. അർമന ജനാധാര വൈഡമനമയ ദൂരപക്ഷസി
അടകൽ കനക ദുരപടബലബലബിബി വീരപക്ഷ സൈതൽ കമനപടമനബല. ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് വിടുതൽ വെളിപ്പെടട്ടെ, തലമുറകളുടെ മേൽ വിടുതൽ വെളിപ്പെടട്ടെ, ശരീരത്തിൽ വിടുതൽ വെളിപ്പെടട്ടെ, ദൈവസഭയ്ക്കകത്ത് വിടുതൽ വെളിപ്പെടട്ടെ, വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടട്ടെ. ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ, ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. മൺകൂടാരങ്ങളിൽ ഭാവിക്കെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ, ആത്മീക മണ്ഡലങ്ങൾക്കെതിരെ, ആത്മീക ശുശ്രൂഷകൾക്കെതിരെ വെല്ലുവിളിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അടിയട്ടെ. ദുരാത്മ ശക്തികൾ വിട്ടുമാറട്ടെ, ദുഷ്ട പോരുകൾ അടിയട്ടെ. അർത്ഥമാന വൈഡപ്രബല ദൂരപക്ഷസി അടംതല ജഗത്തുരി ഭവച്ചജാല അടമനെ വൈഷപ്രവന ദൂരപക്ഷ സൈതൽ അർത്ഥൽ കടാധികാരക സൈതല പടബലപട. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മഹത്വം കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് രാത്രി ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി വിടുതൽ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ മേലൊക്കെ ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ കരുണ തോന്നണേ, യേശുവേ കരുണ തോന്നണമേ, യേശുവേ നസറായനെ ഞങ്ങളോട് ദയ തോന്നണമേ, നസറായനെ ഞങ്ങളോട് കരുണ തോന്നണേ. അർത്ഥമാന വൈഡബലബലബലബല ഈരാജാല വൈഡമനാജ ദൂരപരക്ഷ അർത്ഥക്കെട്ടി ആലക്കടയ ദൂബലപക്ഷം വേലപരബല അമ്പലവേദി വൈദകരക്ഷ ദൂരാപാര അടവക്കെട്ടി വടവച്ചാര ദുരപടപക്ഷം ദീപലപക്ഷം ധീരപരമ്പം വീരപരപട അർത്ഥലവേദിക രഗതല വിരിവി കമനപദുരബല അന്തലപാരവ ദീപലപക്ഷ സൈതൽ അടയാലാര വടയാതലയ ദൂരപരമ്പല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഗോറി ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ജനത്തിന് മേൽ വിടുതലുണ്ടാകട്ടെ. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. Hallelujah, hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ആരൊക്കെ ഉറപ്പിച്ച് പറയാം, നിന്റെ തലമുറ ഉറപ്പിക്കാൻ ദൈവം അനുവദിക്കുകയല്ല. ദൈവം അനുവദിക്കുകയല്ല. ദൈവമക്കളെ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞോണം. അല്ല, ഇനിയും ഭൂമിയിൽ ആമ്പിള്ളേരുമില്ല, കെട്ടും വാഴിച്ചുവെന്നും അങ്ങനൊന്നും പറയരുത്. സ്തോത്രം. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. കാറ്റും കോളും ഒന്നും കാണുകയില്ല, പക്ഷെ വിശ്വാസത്താൽ കുഴിവെട്ടും. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ കുഴിവെട്ടും. സൂക്ഷം ദൈവം മഴ പെയ്യിപ്പിക്കും. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ പെൺകുഞ്ഞുങ്ങൾക്ക് 2 തലമുറയുണ്ടായി, അമ്മൂന്യരും മോവാവിയരും. കർത്താവ് വിലക്കിട്ട് കൊടുത്ത് 10 തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത്, വിലക്കാണ്. പക്ഷേ ടൗൺ ഏരിയ തിരഞ്ഞെടുത്ത് വലിയ ബിൽഡിങ്ങിലൊക്കെ പാർത്ത് ലൗകിക കാഴ്ചപ്പാടി പോയവൻ്റെ സന്തതിക്ക് വിലക്കിട്ട് കൊടുത്തു. പക്ഷേ കൂടാരത്തിൽ പാർത്ത് ആത്മീക വിഷയത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് കനാൻ ജീവിതം മതിയെന്ന് ഇഷ്ടപ്പെട്ട് സ്തോത്രം ദൈവത്തെ ആരാധിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്റെ സന്തതിയെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും.
അപ്പൊ ലോത്ത് ഇങ്ങനെ കിഴക്കോട്ട് അങ്ങ് പോയി. അബ്രഹാം കനാൻ നാട്ടിൽ പാർത്തു. 14-ാം അധ്യായം നമ്മൾ വായിച്ചു. 13-ാം അധ്യായം. അബ്രഹാം കനാൻ ദേശത്ത് അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശം. എന്റെ ഇന്നത്തെ രീതിയാണ് വെച്ചാൽ ലോത്ത് ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ടൗണിലെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് വാട്സപ്പിൽ അബ്രഹാമിന് ഇട്ടുകൊടുക്കും. ഇന്നത്തെ രീതി അനുസരിച്ചാ കേട്ടോ. മിസ്റ്റർ ലോത്തും മിസ്സിസ് ലോത്തും ടൗണിൽ നിൽക്കുന്ന പിക്ചർ. ലോത്തൊരു ബർമുടായും അമ്മാമി ഒരു മിടിയും ഒക്കെ ഇട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച്. എൻ്റെ ഭാവന അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിള്ളേരാണെങ്കിലും അത്ര യോഗ്യമായ വസ്ത്രമല്ല, എന്നാലും അതൊക്കെ ഇട്ട് 2 ഫോട്ടോ പെൺപിള്ളേരുടെ. ഇടയ്ക്കിടെ ഹായ്, ഷെയർ ചെയ്യാൻ. എന്തുവാ ഈ ഫോട്ടോയോ? ഇടയ്ക്കിടയ്ക്ക് ടൗണിലെ പല കാര്യങ്ങള്, ഫുഡ് കഴിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ പെന്തിക്കോസുകാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? തീന്മേശ മുഴുവൻ ഒരു കോഴിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇരിക്കുന്നു. എല്ലാവരും മട്ട വയ്ക്കുക, അതിൻ്റെ ഫോട്ടോ എടുത്ത്. അന്നേരം അബ്രഹാമും സാറാമയും എല്ലാം കനാൻ നാട്ടി ചപ്പാത്തി, ഗോതമ്പ്, യവം, മുന്തിരി, മാതളം മതി. പക്ഷെ ആത്മീക പാഠം ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതള, ഒലിവ് ഇത് കഴിച്ചാൽ വലിയ ദോഷം. പക്ഷെ മട്ടനും ചിക്കനും അടിച്ചാൽ, അതുകൊണ്ടല്ലേ പറഞ്ഞ തീമ്പൊളപ്പെന്ന് പ്രയോഗം. അങ്ങനെ നിന്റെ സഹോദരിയാകുന്ന സോദോമിന്റെ അകൃത്യമോ ഗർഭവും തീമ്പൊളപ്പും നിർഭയ സ്വൈര്യം വായിച്ച് ഉൽപ്പത്തിയിലില്ല. യഹസ്കേൽ പ്രവചനം 16:49 എടുക്കും. ഉൽപ്പത്തി തപ്പിയാൽ ഇന്നല്ല ആയുസ് മുഴുവൻ തപ്പിയാൽ കിട്ടുക. യഹസ്കേൽ 16:49 എടുക്കുക. യഹസ്കേൽ 16:49 നന്നായിട്ട് വായിക്കാം മാമേ. അങ്ങനെ വായിക്കും. യായ വിട്ടല്ലോ. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയസൗര്യവും. 3 പദമാ: ഗർവം, തീമ്പുളപ്പ്, നിർഭയ സൗകര്യം. 3 പദമാ അവിടെ കൊടുത്തേക്കുന്നത്. പാപത്തിന്റെ മൂല കാരണം 3 കാരണം. 1 ഗർവം, 2 തീമ്പുളപ്പ്, 3 നിർഭയസൗര്യം. തീമ്പുളപ്പ് അതൊരു മലയാള പ്രയോഗമാ. തീമ്പുളപ്പ് പണ്ട് മലയാളം പഠിക്കുമ്പോൾ അത് പിരിച്ചെഴുതുക. പഠിച്ചിട്ടില്ലേ? പിരിച്ചെഴുതുക. തീമ്പുളപ്പ് പിരിച്ചെഴുതിക്കേ. അവിടെ അല്ല, എന്നോട് നോക്കി പറ. അല്ല, പിരിച്ചാദ്യം എഴുത്. തീമ്പുളപ്പ് പിരിച്ചെഴുതിക്കേ. തീൻ അധികം പൊളപ്പ് സമം തീമ്പുളപ്പ്. അർത്ഥം: തിന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം കുത്തല്. എന്തോ തിന്നു കഴിയുമ്പം അകത്തോട്ട് ചെല്ലുന്ന ഭക്ഷണത്തിന്റെ അനുസരിച്ച്. മുന്തിരിങ്ങായും മാതളപ്പഴവും അതൊന്നും കഴിച്ചാൽ അങ്ങനെ വലിയ പൊളപ്പ് ഉണ്ടാകുകയല്ല. സ്തോത്രം. ഒരു ആത്മീയം കഴിക്കേണ്ടത് തിരുവചനമാണ്. നമ്മുടെ വിഷയത്തിൽ വരാം. ഒരു ആത്മീകന്റെ ഭക്ഷണം ദൈവവചനമാ. കർത്താവ് പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ. ഈ തിരുവചനം നിന്റെ അകത്തോട്ട് ചെന്നാൽ അതിന്റെ പൊളപ്പുണ്ടാകും. കേസ് കൊടുക്കണം. അപ്പൊ അകത്തോട്ട് ചെന്ന വചനം നമുക്ക് അവനെ വകവരുത്തണം. ഉടനെ അകത്തിരുന്ന വചനം പറയും, ശത്രുക്കളെ സ്തോത്രം. ഡോക്ടർമാർ ചിലപ്പോ പറയും ഇനി രക്ഷപ്പെടുകയില്ല, മരിക്കും. ഉടനെ അകത്തിരിക്കുന്ന വചനം, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന്
യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. അകത്തോട്ട് ചെല്ലുന്നതാ പുറത്തോട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. ഇവരിങ്ങനെ ഭക്തിയോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും രക്ഷപ്പെടുമെന്ന് അന്നേരം പറയണം, യഹോവ പക്കത്തിന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമാ. അകത്തിന്ന് വചനം പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അയ്യോ, അവർക്ക് സഹായം ചെയ്യാന്ന് പറഞ്ഞവരില്ല, ഇപ്പൊ അവരോട് മിണ്ടുന്നുമില്ല, വിളിക്കുന്നുമില്ല. അന്നേരം വചനം പറയണം, ദൈവം എന്റെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ. ഇതൊക്കെ വചനം അങ്ങോട്ട് പ്രകാശിക്കണം. അങ്ങനെ പ്രകാശിക്കണമെങ്കിൽ ഈ വചനം ഭക്ഷിക്കണം. നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചെന്നാ. ഇത് അണ്ണാക്കിന് മധുരമാ, ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ, ഇത് ഉലയിലിരിക്കും ശുദ്ധി ചെയ്ത വചനമാ, ഇത് തേനിലും നേനത്തെങ്കിലും മധുരമുള്ള വചനമാ, ഇത് പാതയ്ക്ക് പ്രകാശമാ, കാലിന് ദീപമാ, ഇത് ഇരുട്ടിൽ പ്രകാശിക്കുന്നതാ. യഹോവയുടെ വചനം തീ പോലെ ഈ പാറകത്തർക്കുന്ന ചുറ്റുകയാ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. 107-ാം സങ്കീർത്തനം, അവനവന്റെ വാചനം വഹിച്ചവരെ സൗഖ്യമാക്കുന്നു. ഈ ഭക്ഷിക്കുന്നതിനനുസരിച്ചാ പൊളപ്പുണ്ടാകുന്നത്. വചനമാ ഭക്ഷിക്കുന്നെങ്കിൽ വചനത്തിന്റെ അതുകൊണ്ട്, അല്ലാത്തതാ ഭക്ഷിക്കുന്നെങ്കിൽ സ്തോത്രം. അതാ തീയും പൊളപ്പ്. തിന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദൈവത്തിന് മഹത്വം. അബ്രഹാം കനാൻ നാട്ടിൽ പാർത്തു. ലോത്ത് അങ്ങനെ കൂടാരം അടിച്ച്, ആദ്യം ലോത്ത് നീരോട്ടമുള്ള സ്ഥലം നോക്കി അത് കണ്ടു. എന്നിട്ട് ലോത്ത് നേരെ മയക്കം അടുപ്പിച്ച് വായിക്കുക, കിഴക്കോട്ട് പോയി. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ ആദ്യം ഒന്ന് നോക്കി. പുള്ളി നോക്കിയപ്പം നീരോട്ടമുള്ള സ്ഥലം കണ്ടു. ഉടനെ പുള്ളി അപ്പൊ അതൊക്കെ അങ്ങോട്ടൊന്ന് ചെന്നു. എന്നിട്ട് പുള്ളി അവിടെ ചെന്നിട്ട് പുള്ളിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. പിന്നെ പുള്ളി പറഞ്ഞു, പിന്നെ അങ്ങ് ചെന്നു. ഞാനൊരു കാര്യം പറയാം, ഈ അബ്രഹാം ലോത്തിനെ പൊക്കോടാന്ന് പറഞ്ഞ പ്രശ്നമായേനും. അബ്രഹാം ആത്മീയനായതോടെ വെച്ചിട്ട് നിനക്കിഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. അല്ല, അബ്രഹാം പറയാ, നീ എൻ്റെ കൂടെ നിൽക്കണം, നീ എവിടെയെങ്കിലും പോടാ, ഇവിടെ നിന്ന് ഈ ഏരിയയായി. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവൻ അബ്രഹാമിനെ പിന്നെ അബ്രഹാമിനെ ഇവൻ അന്നേരം വെടിവെക്കും. ഇവൻ പറയും, ഇയാൾ കൂടുതൽ ചാടരുത്, ഇയാൾ പണ്ട് മിസ്രൈമിൽ പോയ കാര്യമൊക്കെ എനിക്ക് അറിയാം, സിസസാറാമയായിട്ട് അവിടെ പോയതും അവിടുത്തെ പിക്ചറൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പോണ്ട്, വേണ്ടി വന്നാൽ ഞാനത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതോ സുനിൽകുമാറോ അജികുമാർ പകല് പറഞ്ഞതാ, എന്തോ ഒരു കുമാറാന്ന് എനിക്ക് പിടിക്കും. അബ്രഹാം ഇങ്ങനെ ഇവനോട് പറയുകയായിരുന്നു, ഇവൻ പ്രശ്നം ഉണ്ടാക്കും. ഇയാൾ അമ്മാമയായിട്ട് മിസ്രൈമിൽ ബീച്ചിൽ കൂടെ പോയതിൻ്റെ പിക്ചറൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഫറവോന്റെ കൊട്ടാരത്തിൽ സിസസാറാമ പോയ സബ്ജക്റ്റും കൂടുതൽ എൻ്റെ കൂടെ കളിച്ചാൽ ഞാൻ അതെല്ലാം ഫേസ്ബുക്കിനകത്ത് ഞാൻ ഇടും. അവറാച്ചനെ നാറ്റിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ നാറ്റിക്കും. അതുകൊണ്ട് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അബ്രഹാം പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള ഇടും. ഇവൻ ആദ്യം ഒന്ന് നോക്കി, നല്ല സ്ഥലം തിരഞ്ഞെടുത്തു, ചെന്നു, യോർദാന്റെ തീരത്ത് ചെന്നു. പിന്നെ അവിടെ നിന്ന് കിഴക്കോട്ട് പോയി. അങ്ങനെ പിന്നെയും പോയി കൂടാരം ഇങ്ങനെ അടിച്ചടിച്ച് അങ്ങ് സോദോം വരെ അടിച്ചെന്നാ. സോദോം വരെ അടിച്ചെന്നല്ല, 14-ാം അധ്യായത്തിൽ ഇങ്ങനെ കിടക്കുന്നത്, സോദോമിൽ പാർത്തിരുന്ന ലോത്തെന്ന. ഞാൻ ആ റഫറൻസ് അങ്ങ് മറന്നുപോയി, അമ്മാമ കണ്ടോ? അബ്രാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും. അപ്പം ഇവിടെ തുടങ്ങി അവസാനം ഇപ്പൊ എവിടെ ചെന്ന് കയറി?
സോതോമിൽ ചെന്ന് കയറി. ഈ വേറെ പുസ്തകത്തിൽ ഒരു പ്രയോഗമുണ്ട്, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോയി. കണ്ടോ പോകുന്ന പോക്ക് കണ്ടോ? അബ്രഹാം പറഞ്ഞു വിട്ടതാണോ? അല്ല, ഇവൻ സ്വയമായിട്ട് ഇങ്ങനെ കാഴ്ചപ്പാട് തെറ്റിയവൻ ഇങ്ങനെ നോക്കി, ജഡത്തിന്റെ കണ്ണുകൊണ്ട് നോക്കി 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 നേരെ പോയി പോയി പോയി. അബ്രഹാം എങ്ങാനും അതിനെ വിട്ടിരുന്നെങ്കിൽ ഇവൻ ഫേസ്ബുക്കിൽ ഇട്ട അബ്രഹാമിനെ നാറ്റിക്കാവുന്നതിന്റെ പരമാവധി. തന്നെത്താൻ പോകുന്ന കണ്ടോ? ചില വിഷയങ്ങളുടെ നടുവിൽ നീ ഒന്നും മിണ്ടരുത്, മൗനമായിട്ടിരിക്കണം. എന്നാൽ അവൻ തന്നെ പോകേണ്ട വഴി കൂടെ നമ്മൾ ഓടിക്കാനൊന്നും പോകണ്ട. നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ഭാഷയെ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം, മിണ്ടി പോകരുത്. ഉണ്ടോതിരുന്ന് ദൈവമെന്നറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നോക്കിയേക്കണം, അന്നേരം കാണാൻ പുള്ളി നേരെ കിഴക്കോട്ട് വെച്ച് പിടിക്കുന്നത്. നേരെ പുള്ളി കിഴക്കോട്ട് പോകുന്ന കാണാം. സ്തോത്രം. എവിടാ വീട്? എവിടാ? സുശേഷാലയായിരുന്നു. എന്നാലും വാക്യമൊക്കെ നല്ല തിട്ടമുണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ റെഫറൻസ് മറന്നോടനെ അത് കൃത്യം വായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വായിച്ചു വരുമ്പോൾ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. ഇങ്ങനെ ലോകത്ത് കിഴക്കോട്ട് 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 അങ്ങ് എന്ന് കയറി എല്ലാ ഭാഗവും എടുക്കണം. അബ്രഹാം നേരെ 13:18 വായിച്ചേ അമ്മാമേ. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി. അബ്രഹാം അപ്പോ കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. എങ്ങനെയുണ്ട്? ലോത്ത് കൂടാരം നീക്കി നീക്കി സോദോമിൽ കൊണ്ട് കൂടാരം കയറ്റി യാഗപീഠം പണിതൊന്നും വാക്യമില്ല. ഒറ്റ വാക്യമില്ല. അതിങ്ങനെ ഞാൻ പറയാനുള്ളത്, അബ്രഹാം പെട്ടെന്ന് കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അപ്പൊ ഹെബ്രോൻ ആ വാക്കിന്റെ ഒരർത്ഥം കൂട്ടായ്മ. ഹെബ്രോൻ വാക്കിന്റെ അർത്ഥം കൂട്ട. മമ്രെ ആ വാക്കിന്റെ അർത്ഥം ബലം, ബലം, കരുത്ത്, ബലം. യാഗപീഠം പണിതു. അത് ആരാധന. അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ഹെബ്രോൻ കൂട്ടായ്മ, മമ്രെ ബലം, യാഗപീഠം ആരാധന. ആത്മീയന്റെ ലക്ഷണം കണ്ടോ? പ്രശ്നം രൂക്ഷമായി വഷളമായി എന്ന് കണ്ടപ്പോൾ ലോകത്തിനോടൊന്നും വേണ്ടില്ല. അവൻ നേരെ കിഴക്കോട്ട് അടിച്ചു. പുള്ളി ഇടയ്ക്ക് നോക്കിയപ്പോൾ പുള്ളി അങ്ങ് പോവുക. അപ്പുറം നേരെ കൂട്ടായ്മ തുടങ്ങി. കൂട്ടായ്മ, യാഗപീഠം എന്ന് പറഞ്ഞ ആരാധന തുടങ്ങി. അതുകൊണ്ട് അബ്രഹാമിന് നല്ല ബലമുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇതുവരെ നിന്നത്. കായബലം കൊണ്ടല്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ടല്ല, സാമുദായിക ബലം കൊണ്ടല്ല, കരുത്ത് കൊണ്ടൊന്നുമല്ല. ഈ കൂട്ടായ്മ ആരാധനയുള്ളത് കൊണ്ടാണ്. മഹാമാരിയാകുന്ന കോവിഡ് വന്ന് നമ്മളെക്കാൾ കരുത്തുള്ളവർ, ആരോഗ്യമുള്ളവർ, ദൃഢഗാത്രന്മാർ നമ്മുടെ കുടുംബത്തിൽ, ചാർച്ചയിൽ, സമൂഹത്തിൽ അറിവിപ്പെട്ട അനേകര് കടന്നുപോയി. പക്ഷേ ദൈവം നമ്മെ ഇതുവരെ നിർത്തി. നമുക്ക് മുൻപേ പോയവര് മഹാഭാവികളായതുകൊണ്ട് പോയെന്ന് ഞാൻ പറയത്തില്ല. അവര് ദൈവസന്നിധി ചേർക്കപ്പെട്ടു, അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷേ നമ്മുടെ വിശുദ്ധി കൊണ്ടോ വേർപാട് കൊണ്ടോ നമ്മൾ പച്ചപരമാർത്ഥി ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നതൊന്നുമല്ല. ദൈവകൃപയാൽ. അതെ, അതെന്നാന്ന് ചോദിച്ചാൽ ഈ കൂട്ടായ്മ ബലമുള്ളത് കൊണ്ടാ. ഈ ആരാധനയാ നമ്മുടെ ബലം, ഈ കൂട്ടായ്മയാ നമ്മുടെ ബലം, ഈ പ്രാർത്ഥനയാ നമ്മുടെ ബലം. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സത്യകൂട്ടായ്മയിട്ട് വേറെങ്ങും പോകരുത്. ഈ ആത്മീക കൂട്ടായ്മയിട്ട് വേറൊന്നിനും നീ പോകരുത്. ഈ ആരാധന ഇട്ടേച്ച് വേറെങ്ങും പോകരുത്. ഈ സഭ ഇട്ടേച്ച് വേറെങ്ങും പോകരുത്. ഈ സഭയാ നമ്മുടെ ബലം. ഈ ആരാധന കൂട്ടായ്മയാ നമ്മുടെ ബലം. ഹല്ലേലൂയ. ഹെബ്രോനിൽ വന്ന് ഹെബ്രോൻ കൂട്ടായ്മയാ.
ഞാൻ പെന്തിക്കോസുകാരോട് പറയാ, ഈ പെന്തിക്കോസിന്റെ കൂട്ടായ്മയാണ് നമുക്ക് ബലം. അതെ, ഒരു വിഷയമുണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ എല്ലാവരോടും ചേർന്ന്, അതൊരു ബലമാണ്. എന്നാൽ മറ്റ് ആൾക്കാരുടെ കയ്യിൽ പ്രശ്നമുണ്ട്, ഉടനെ തന്നെ കേസ്, വഴക്ക്, കോടതി, മറ്റ് പ്രശ്നങ്ങളാണ്. ഉദാഹരണമായിട്ട് പറയാം, നമ്മുടെ കേരളത്തിലെ കൾച്ചർ അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഒരു വീട്ടിലൊരു മരണമുണ്ട്, അന്നേരം ദൈവദാസന്മാരും ദൈവമക്കളും വരികയല്ലേ? അന്നേരം വരിക. സീരിയസ് ആണെന്ന് കാണുമ്പോഴേ ആൾക്കാർ വരും. പിന്നെ പ്രാർത്ഥന, ആരാധനയാ, അതൊരു ബലമാണ്. മകൻ മരിച്ചു, മകള് മരിച്ചു, അല്ലെ ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, അതീവ ദുഃഖത്തിലായിരിക്കും. പക്ഷെ ദൈവമക്കൾ അങ്ങോട്ട് വന്ന് ആശ്വാസഗീതങ്ങളും പാടി ദൈവവചനവും വായിച്ച് ദൈവദാസന്മാര് ദൈവകൃപയെ ശരണപ്പെട്ട് തിരുവചനമൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ബലമാണ്. അത് മറ്റുള്ളവർക്കില്ല. ഇല്ല. അത് ഈ പെന്തിക്കോസ് കൂട്ടായ്മേല. ചില ആൾക്കാർ പറയും പാസ്റ്റർമാരെല്ലാം അങ്ങ് പ്രസംഗിക്കുക, ഇതിനു വേണ്ട പ്രസംഗിക്കുന്നുണ്ടാ ബലം. ചിലപ്പോ ആരെങ്കിലും പറഞ്ഞ ഒരു വാക്യമായിരിക്കും നിന്നെ ധൈര്യപ്പെടുത്തുന്നത്. ബലമാ. ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം. ഒരു വിഷയം വന്നാൽ 10 പേര് പ്രാർത്ഥിക്കാനുണ്ടല്ലോ, ഒന്നുമില്ലെങ്കിൽ വിളിച്ച് ആശ്വസിപ്പിക്കാൻ ആളുണ്ടല്ലോ. ഒന്നും താന്നില്ലെങ്കിലും പറയാം, ആട്ട താങ്ക പേരനാ ലിസി, ആട്ട ലിസി, ഭാരപ്പെടേണ്ട, പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും പറയുന്നില്ലേ? അതല്ലേ ബലം. അല്ലാതെ ആ ലിസി നിന്റെ വിധിയാ, നീ അനുഭവിക്കും, നീ അനുഭവിക്കും, ഉള്ള ബലവും കൂടെ. പക്ഷെ നമ്മുടെ കൂട്ടായ്മ അങ്ങനല്ല. ലിസിനെ അറിയാവുന്ന സഹോദരിമാരും സഹോദരന്മാരും ദൈവദാസന്മാരും, ലിസി സഹോദരി ഭാരപ്പെടണ്ട, ആമൻ, ദൈവം അത്ഭുതം ചെയ്യും, ദൈവം പ്രവർത്തിക്കും, ധൈര്യപ്പെട്, ആമൻ, ദൈവം അത്ഭുതം ചെയ്യും. ഇതാണ് നമ്മുടെ ബലം. കാശ് തരുന്ന നല്ല ബലം, വാക്കുകൾ കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം. അതുകൊണ്ട് ഈ കൂട്ടായ്മ ഇട്ടേച്ച് ആരും വേറെങ്ങും പോകരുത്. ചൊല്ലി പറഞ്ഞ പെന്തിക്കോസ് കൊള്ളുകട, പെന്തിക്കോസ് ആ കൊള്ളാവുന്നത്. അതെ, കൂട്ടായ്മയാണ് നമ്മുടെ ബലം. ഇവിടെ ഇപ്പം ദശാംശം കൊടുത്തില്ലെങ്കിലും സ്വോത്ര കാഴ്ച കൊടുത്തില്ലെങ്കിലും അടക്കുമല്ലോ. അവിടോ എന്നാ പറയാൻ നേരം കുടിശ്ശികയെല്ലാം തീർക്കാതെ പരിപാടി. അച്ഛൻ എന്തി, അച്ഛൻ മേടയിൽ ഇരിപ്പുണ്ട്, കുടിശ്ശിക തീർത്തെങ്കിൽ അച്ഛൻ മേടന്ന് താഴോട്ട്. ഇവിടെ മുഴുവൻ കുടിശ്ശികയാ, എന്നാലും നല്ല പാട്ട് നീട്ടി പാടി ഇവനെ എടുത്തുകൊണ്ട് പോയി ചൊവ്വിനെ അടക്കി തിരിച്ച് പിന്നെയും വീട്ടിൽ വന്ന്. കൂട്ടായ്മയല്ലേ നല്ലത്. അതുകൊണ്ട് കുടിശ്ശിക കൊടുക്കരുതെന്നൊന്നും അല്ല ഞാനീ പറഞ്ഞത്. എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പിന്നെ വീണടം വിദ്യാക്ക. സ്തോത്രം. ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം. ഞാൻ അനുഭവിക്കുന്നയാളാ. നിങ്ങൾ ചിലർ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഒരു വലിയ പ്രതികൂലവും പ്രശ്നവും വരട്ടെ, നിങ്ങൾ മുഴങ്കാലയിലിരുന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ച് ആത്മനിറവിനെ പ്രാപിച്ച വ്യക്തി നീ അന്യഭാഷ പറഞ്ഞെന്ന് ആരാധിച്ചേ, നിന്റെ ആ വലിയ ഭാരം അങ്ങ് മാറും. ഞാൻ അനുഭവിക്കുന്ന ആളാ. രൂക്ഷമായ പ്രശ്നങ്ങൾ വരുമ്പോൾ മുഴങ്കാലിന്മേലിരുന്ന് ആത്മാവിൽ ബലപ്പെട്ട അന്യഭാഷ പറഞ്ഞ് നിന്നുപോയെന്നൊക്കെ ചില സഹോദരന്മാര് പറയുന്നു. ഞാൻ തർക്കിക്കാനില്ല, എനിക്കിതുവരെ നിന്നിട്ടില്ല. പിന്നെ അവർക്ക് അതെനിക്കറിയത്തില്ല, എനിക്ക് നിന്നിട്ടില്ല. തർക്കിക്കാനൊന്നും ഞാനിപ്പം എനിക്ക് തർക്കിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. എനിക്ക് ഒരു കഴിവും ഇല്ല. തർക്കിക്കാൻ ഞാൻ ആളുമല്ല. പക്ഷെ ഇത് ഞാൻ അനുഭവിക്കുന്ന ആളാണ്. രൂക്ഷമായ പ്രതിസന്ധികൾ വരുമ്പോൾ മുഴങ്കാലിന്മേലിരുന്ന് നീ ആത്മാവി നിറഞ്ഞ് ജാഗരിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ആ പർവ്വത സമമായ പ്രശ്നങ്ങള്
മാഞ്ഞു ഉരുകുന്നത് പോലെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പർവ്വത പ്രശ്നങ്ങളാലേ നിർവാഹമില്ലാതെ ഞാനാലേ പർവ്വത സമപ്രശ്നങ്ങളാലേ നിർവാഹമില്ലാതെ ഞാനാലയുമ്പോ നിർമ്മാണ പദ്ധതി തന്നെ ലാവനെന്നെ നാടത്തെ കർമ്മയോഗിയാക്കും എന്നെ അനുദിനവോ നിർമ്മാണ പദ്ധതി തന്നെ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കും എന്നെ അനുദിനവും യേശു എൻ പ്രിയൻ ക്രിസ്തേശു എൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ ഓ യേശു എൻ പ്രിയൻ യേശു എൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ ഓ പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ പാരിൽ പാരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാടും ഞാൻ യേശു അതുല്യ സ്നേഹത്തെ പാരിൽ പാരദേശിയായി പാർക്കും വീട്ടിൽ പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങൾ അത്രേ നാടോറും അവകളെ ധ്യാനിക്കും ഞാൻ പാവനമാം ചട്ടം എന്റെ കീർത്തനങ്ങളത്രേ നാൾതോറും അവകളെ ധ്യാനിക്കും ഞാൻ യേശു എൻ പ്രിയൻ യേശു എൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയൻ ഇല്ലായേ ഓ യേശു എൻ പ്രിയൻ യേശു ഓറി പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം. അനേക ദൈവമക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതൊരു ബലമാണ്. സ്തോത്രം. അപ്പോൾ അബ്രഹാം നേരെ ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു എന്ന് പറഞ്ഞ അബ്രഹാം ലോത്ത് തെരഞ്ഞെടുത്ത് അങ്ങ് സോതോമിൽ കൊണ്ട് കൂടാരം കയറ്റി. അവിടെ ആരാധനയൊന്നുമില്ല കേട്ടോ. ലോത്ത് യാഗപീഠം പണിതൊന്നും ഇല്ല. പുള്ളിക്ക് പണിയാൻ നേരമില്ല, എപ്പോഴും ടൗണിൽ തന്നെ ഉണ്ടല്ലോ. എവിടെ യാഗപീഠം പണിയാ? പുള്ളി എപ്പോഴും മൊബൈലില്ല. യാഗപീഠം പണിയാണെന്ന് പുള്ളിക്ക്. അതുകൊണ്ടാ കൊച്ചുങ്ങൾ പേടച്ചത്. നീ യാഗപീഠം പണിയായിരുന്നു, നിന്റെ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പം വരികയല്ലായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നേ, അബ്രഹാം യാഗപീഠം പണിതിരുന്നത്, അബ്രഹാം യാഗപീഠം പണിതു. അതുകൊണ്ട് സംഭവിച്ചത് ഇസഹാക്കും ചെന്നിടത്തല്ല യാഗപീഠം പണിതു. അബ്രഹാം യാഗപീഠം പണിയുന്നത് ഇസഹാക്ക് കണ്ടു. യാഗം കഴിക്കാൻ നേരത്തും കൊച്ചനെയും കൂടെ കൊണ്ടുപോയി. അവിടെയും ചെന്ന് യാഗപീഠം എല്ലാം അടുക്കി വിറകും എല്ലാം അതെല്ലാം കൊച്ചൻ കണ്ടതാ. അതുകൊണ്ട് ആ കൊച്ചൻ്റെ ജീവിതത്തിലും കൊച്ചൻ ചെന്നിടത്തെല്ലാം യാഗപീഠം. കൊച്ചൻ യാക്കോബ് പുള്ളിയും യാഗപീഠം പണിത്. ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടായി, എന്നാലും ലോത്ത് ഒരു യാഗപീഠവും പണിതായിട്ട് കണ്ടില്ല. ലോത്ത് യാഗപീഠം പണിത് ആരാധിച്ചിരുന്നെങ്കിൽ ഈ തള്ള അവിടെ ഉപ്പുതൂണായപ്പോ പെമ്പിള്ളേർ ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ പറഞ്ഞേനെ, അപ്പച്ചാ നമുക്കൊരു യാഗപീഠം പണിത് ദൈവത്തെ പറഞ്ഞേനും. അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ അമ്മോന്യനും മോബാവിനും ഉണ്ടാകത്തില്ലായിരുന്നു. മനസ്സിലായോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നാം ആരാധിക്കണം, പ്രാർത്ഥിക്കണം, അത് അവര് കാണണം. പിള്ളേർ നോക്കുമ്പോൾ വേദപുസ്തകം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഉപവസിക്കുന്നതും ഒക്കെ പിള്ളേര് കണ്ട് വളരണം. പിള്ളേര് ചെറുപ്പത്തിൽ ചില കുശീകൃതിയൊക്കെ കാണും, പക്ഷേ
ഈ അകത്ത് കയറിയ വിത്ത് കിളുക്കും. ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ മനസ്സിലാക്കും, അയ്യോ പ്രാർത്ഥിച്ച വിടുതല. എൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പച്ചൻ ആരാധിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കും അത് ആവശ്യം. നിങ്ങൾ ഇപ്പോഴത്തെ ചില പിള്ളേരെ ശ്രദ്ധിച്ച്, കുഞ്ഞുങ്ങളെ കുറ്റം പറയല്ല, ചില പിള്ളേരെ എപ്പോൾ നോക്കിയാലും കൊച്ചുങ്ങളുടെ ഈ കൊച്ചുങ്ങൾക്ക് മൊബൈലിനോടാ ഇപ്പം ഇഷ്ടം. അതിനാ ഉറക്കം പറ. അതോ എന്നാന്ന് ഞാനിപ്പോൾ പറയാം, എനിക്ക് കാല് വേദനയ്ക്ക് ഇങ്ങോട്ട് നോക്കി ഞാൻ പറയാം. പിള്ളേർക്ക് ഇപ്പം മൊബൈല്. ചില പറയല്ലോ കൊച്ചു കരുന്ന മൊബൈൽ അങ്ങോട്ട് കൊടുക്കേ, ഉടനെ അത് കൊടുത്ത് കൊച്ചു കണ്ട്. അതിന്റെ കാരണം പറയാം, ഈ കൊച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പം മുതൽ തള്ള മൊബൈലില്ല. കൊച്ചു വളരെയല്ലേ അല്ലേ? അമ്മ ഈ തോണ്ടുന്നതും മാന്തുന്നതും ബൈബിൾ വാക്യമാണെങ്കിൽ കുഴപ്പമില്ല, അതല്ലല്ലോ ഈ തോണ്ടല്ല. ഒരു ഫോട്ടോ നന്നായിട്ട് എടുക്കാം മാമേ, എടുക്ക്, നല്ല കാര്യം, എടുത്തോ. ഞാനല്ലേ പറഞ്ഞ് എടുത്തോളാം, എടുത്തോ, എടുക്കാം മാമേ, പിന്നെ എടുക്ക്. എൻ്റെ അമ്മയുടെ പ്രായമല്ലയോ, എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് എടുക്ക്. എടുത്തു. ഈ കുഞ്ഞ് ഉദരത്തിലായപ്പോ മുതൽ അമ്മ കൊച്ചു കണ്ട് പഠിക്കും. അതിലെ എലീശബത്തും മറിയയും കൂടെ തമ്മിൽ കണ്ടപ്പോൾ വന്ദന സ്വരം കേട്ടപ്പോൾ പിള്ള ഗർഭത്തിൽ തുള്ളി. ജീവനുള്ള കൊച്ചാ. പ്രഗ്നന്റ്. ഞാൻ നിങ്ങൾ ചിന്തിക്കരുത്, അയ്യോ പുള്ളി നിലവിട്ട് സംസാരിക്കുന്നല്ലോ എന്ന് ചിന്തിക്കരുത്. ഇപ്പോഴത്തെ ആതുര ശുശ്രൂഷ രംഗമൊക്കെ ഇപ്പം ബിസിനസ് ആയല്ലോ പല മേഖലയും. ഒരു പെൺകുട്ടിക്ക് ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായ ഉടനെ അവിടെ ചെന്നപ്പോൾ അവർ മനസ്സിലാക്കി പ്രഗ്നൻ്റ് ആണ്. ഉടനെ പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ് അനങ്ങരുത്, ഇങ്ങോട്ട് എങ്ങനെയാ വന്നേ, ഇങ്ങോട്ട് ഓട്ടോയിലാണ് വന്നത്, അങ്ങോട്ട് ഒരു കാരണവശാലും ഓട്ടോയിൽ പോകരുത്. പിന്നെ എങ്ങനെ പോകണം സാറേ, ഒന്നെങ്കിൽ ഇവിടുന്ന് ആംബുലൻസ് വിടാം, ഇല്ലെങ്കിൽ കാറ്. എന്നിട്ട് ഒരു കാരണവശാലും അനങ്ങരുത്. ചെന്ന ഉടനെ എംഎംഒമിൻ്റെ മെത്തഡുണ്ടോ, മെത്തലോട്ട് കയറ്റിക്കണം. ഒരു 5 തലയണ, തലയുടെ അവിടെ ഒരെണ്ണം, നടുവിൻ്റെ ഒരെണ്ണം, കാലിൻ്റെ അവിടെ ഒരെണ്ണം. ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? വേണ്ട. ഒരു കാരണവശാലും ശരീരം അനങ്ങരുത്. ഭക്ഷണം കഴിവിൻ്റെ പരമാവധി ഉരുട്ടി വായിലോട്ട് വെച്ച് കൊടുത്താൽ നല്ലത്. കൈ കഴുകാനായിട്ട് കട്ടിലേ നടക്കരുത്. വെള്ളവും പാത്രവുമായിട്ട് അവിടെ ചെന്ന് അവിടെ വെച്ച് തന്നെ അങ്ങ്. ഞാൻ കുറ്റമായിട്ടല്ല ഈ പറയുന്നത്. അധികം വിവരിക്കുന്നില്ല. പിന്നെ ഈ കട്ടിലയിൽ നിന്നുള്ള പണി മുഴുവൻ അകത്ത് കിടക്കുന്ന കൊച്ചിതാ കണ്ട് വളർന്നത്. ആ കൊച്ചു വെളിയിലോട്ട് വന്നപ്പോൾ അതാ കിടന്ന് കീറുന്നത്, മൊബൈലില്ലാഞ്ഞിട്ട്. കീറുകല്ലേ. ഉടനെ പറയാം, നിങ്ങൾ മൊബൈൽ അങ്ങോട്ട് നിങ്ങൾ കളിച്ചോണ്ടിരിക്കാത്ത കൊച്ചെന്തിലോട്ട് കൊടുക്കും മൊബൈൽ. ഇട്ട് ഞാനൊരു കാര്യം അതൊക്കെ പിന്നെ നോക്കാം, എന്തെങ്കിലും കാരണം കുറത്തന്നെ കാരണം അലക്കുക. ഉടനെ കൊച്ചിന് അപ്പൻ്റെ മൊബൈൽ എടുത്തപ്പോൾ കൊച്ചെടുത്ത് എറിഞ്ഞ് അമ്മയുടെ അതിനകത്താ കുറച്ചുകൂടെ. തമാശ പറഞ്ഞതല്ല. മറുവശം, ഈ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയപ്പോൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഈ അമ്മ വേറെ പുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയും ദേശത്തിനും ആത്മാക്കൾക്കും നാടിനും വേണ്ടി പ്രാർത്ഥിച്ച് പോരാടി ആത്മാവിൽ ബലപ്പെടുന്ന അമ്മയാണ്. ഈ കൊച്ചു വെളിയിൽ വരുമ്പോൾ അത് മുട്ടയിൽ തുള്ളും. ഞാൻ പറഞ്ഞ കാര്യം എത്ര പേർക്ക് മനസ്സിലായി കാണും? എന്നേക്കാൾ പ്രായമുള്ളവരും പക്വത വന്നവരും അമ്മാമയൊക്കെ കുറച്ചുകൂടി ജീവിതത്തിൽ ഇരുത്തം വന്നവരാ. നേഴ്സായിരുന്നോ? അല്ല, എന്നാലും കാര്യങ്ങൾ അറിയാമല്ലോ. ഞാൻ കുറ്റമായിട്ടല്ലേ പറഞ്ഞത്. കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുമ്പോൾ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും
ഒക്കുന്നെങ്കിൽ ഉപവസിക്കുകയും സഭായം മുടക്കാതിരിക്കുകയും ഡോക്ടർ പറഞ്ഞ കട്ടിൽ നിന്ന് താഴോട്ട് 9 മാസം സഭായത്തിന് വന്നില്ല. 9 മാസം പഴയ കണക്കാ. 9 മാസം 9 നാഴിക വിനാഴിക എന്നൊക്കെയാ പഴയ അമ്മമാരുടെ കണക്ക് ഞാൻ കേട്ടേക്കുന്നത്. അങ്ങനെ കണ്ടല്ലേ? 9 മാസം 9 ദിവസം 9 വിനാഴിക, 9 നാഴിക 9 വിനാഴിക, അങ്ങോട്ടും വ്യത്യാസം വരെ. പഴയൊരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതൊന്നും അല്ല. എട്ട് മാസമായിട്ട് ഈ സിസ്റ്റർ സഭയ്ക്കകത്ത് വന്നിട്ടില്ല, ദൈവത്തെ ആരാധിച്ചിട്ടില്ല. അതായത് കൊച്ചുമായിട്ട് അവസാനം കൊച്ചിനെ കിട്ടട്ടെ 2-3 മാസം 2-3 മാസവും വരികയല്ല. 4-ാം മാസം എഴുന്നള്ളത്തായിട്ട് ഇങ്ങോട്ട് ഹോളിന്റെ വാതിക്ക് വന്നപ്പോ കൊച്ചു കീറടാ കീറ്. കാരണം അവരെ തമ്പേർ അടിക്കുന്നു, അത് അന്തം വിട്ട് നിൽക്കുക. ഇന്ന് വരെ ശബ്ദം അത് ഉടനെ കൊച്ചുമായിട്ട് ഹോളിന് ചുറ്റും ഉടനെ പാല് കൊടുക്കുന്നു, കിലിക്കം കൊടുക്കുന്നു. കൊച്ചു വല്ലോ ആമരുവോ കിലിക്കാന്ന് വെച്ചാ നിന്റെ ഉദരത്തിൽ ഈ കുഞ്ഞൊരു വായ്പ, അത് ആ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുമായിട്ട് സഭാഗോളി വന്ന തമ്പേരടി അന്ന് കേൾക്കണം. സ്തോത്രം അകത്ത് കിടന്ന് കൊച്ചു കേൾക്കണം. കൈയടിച്ചോളെ ആരാധന കൊച്ചകത്ത് കിടന്ന് കേൾക്കണം. ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുന്നത് അകത്ത് കിടക്കുന്ന കൊച്ചു കേൾക്കണം. അങ്ങനെ കേട്ടാൽ കൊച്ചുമായിട്ട് വരുമ്പോൾ കൊച്ചിനും സന്തോഷമാണ്. കൊച്ച് ഒന്നേ മുട്ടയിലടഞ്ഞ് ചിലപ്പോൾ പുൾപ്പിറ്റിനോട്ട് പോയി അതും ഇങ്ങനെ തുള്ളുന്ന കാണാം. അല്ലാത്ത കൊച്ച് കടന്ന് കീറും. പിന്നെ അവസാനം ഇവരൊരു ഓട്ടോ വിളിക്കും, ഞാൻ കൊച്ചുമായിട്ട് പോകാം, നിങ്ങൾ യോഗം കഴിഞ്ഞ്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നില്ല. ഭാഷയെ മനസ്സിലാകാഴിയോ എന്നുപോലെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആ ഭാഷ ഇതല്ല എങ്ങനെ അറിഞ്ഞു? മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആരാധിച്ചും പ്രാർത്ഥിച്ചും ജയിച്ചു നിൽക്കണം. അത് പിള്ളേര് കണ്ടു വളരണം. സ്തോത്രം സ്തോത്രം. കർത്താവ് വരാൻ താമസിച്ചാൽ നിന്റെ സന്തതി ആ വിധത്തിലാകും. ഹല്ലേലൂയ. അബ്രഹാം ഹെബ്രോനിൽ വന്ന് കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടെന്ന്. ഇനി ഞാൻ ഓടിച്ച് പറയാം. ഞാൻ ഇച്ചിരി സമയം കൂടെ എടുത്തോട്ടെ, ഞാൻ 8:30 നിർത്താനായിരുന്നത്. ഇച്ചിരി എടുക്കട്ടെ. നിന്റെ അഭിപ്രായം എന്നാ? ഞാൻ ഇച്ചിരി സമയം കൂടെ ഇടട്ടെ. അവനിഷ്ടം. അല്ല, കുഞ്ഞുങ്ങളെ അന്നേരം അവരെയും ബഹുമാനിക്കണം. പിന്നെ പ്രായമുള്ളവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. പിള്ളേരെ ബഹുമാനം എടുക്കട്ടെ. ഇച്ചിരി യുവാന അല്ലേ? യുവാനെന്നല്ലേ? ഇച്ചിരി സമയം എടുക്കട്ടെ ഭാഷങ്ങള്. എടുക്കി. സ്തോത്രം. ഓടിച്ചു പോകാം. ഈ 13-ാം അധ്യായത്തിൽ അബ്രഹാം ആരാധിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം ഒറ്റ വാക്കി പറയാം, യുദ്ധങ്ങളുടെ അധ്യായം. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാഫേൽ, അരിയോക്ക്, കെതല്ലായമോർ, തീതാൽ ആദിയായ ബാബിലോണ് ചായ്വുള്ള 4 പേര്, ബേരാ, ബിർശ, ശിനാവ്, സോബർ ആദിയായ സോതോമ്യ ചായ്വുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. നല്ല കുഴിയല്ല, കീഴ്ക്കുഴി, ഓയിൽ കുഴി പോയി. പുള്ളി ഓയിൽ കുഴി വീണു. എല്ലാവരും ചെതറി ഓടി. ഒരുത്തരെ എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ളയിട്ടു, എന്നിട്ടോ സോദോമിനെ അപകരിച്ചു, എന്നിട്ടോ നിന്റെ സഹോദര പുത്രൻ ലോത്ത്, അവന്റെ ഭാര്യ, 2 പെൺകുട്ടികൾ, അതിനെല്ലാം അവര് വല്ലവരും കേൾക്കും അങ്ങനെ വായിച്ച. കാരണം ഇത് കേൾക്കാൻ കൊള്ളാത്ത കാര്യമല്ലേ.
വായിച്ച 16-ാം വാക്യമല്ലേ? വായിച്ച 16-ാം വാക്യം ആയിരം അമ്മാമേ, 14:16 മൈക്കിരിക്കുന്ന അമ്മാമ വായിക്ക്. അല്ല, ഈ മൈക്ക് കൂടെ ഒന്ന് വായിച്ചോട്ടെ. അവൻ സമ്പത്തൊക്കെ മടക്കി കൊണ്ടുവന്നു, തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. അപ്പൊ അതിനു മുമ്പ് പിടിച്ചോണ്ട് പോയത് വായിര് 13 മുതലല്ലേ പിടിച്ചോണ്ട് പോയത്? ഓ, ഇത് ഫാൻ കാരണം താളും. എന്നാലും വായിച്ചു. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി അല്ല, നീ 10 മുതൽ അങ്ങോട്ട് വായിച്ചേ. സിദ്ദീം താഴ്വരയിൽ കീഴ്ക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവ് സിദ്ദീം താഴ്വരെ പോയെന്ന അടുത്ത വാക്യം. സോദോം പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സോദോമിലും ഗോമോരയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവരെടുത്തുകൊണ്ട് പോയി. അബ്രാമിന്റെ മൈക്ക് അടുപ്പിച്ച് വായിക്കുക. അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് അബ്രാമിനെ അറിയിച്ചു. അവൻ എസ്കോലിന്റെയും ആനേരിന്റെയും സഹോദരനായി അമ്മോര്യനായ മമ്രയുടെ എല്ലാം വായിപ്പിക്കുന്നില്ല. അപ്പൊ ഈ 14-ാം അധ്യായത്തിലെ യുദ്ധത്തിൽ ഇവര് അബ്രഹാമിന്റെ സഹോദരപുത്രനാകുന്ന ലോത്തിനെ അവന്റെ സർവ്വസമ്പത്തും എല്ലാം അപകരിച്ചുകൊണ്ട് പോയി. ഒരുത്തൻ വന്ന് എതിർച്ച അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, നിന്റെ സഹോദരപുത്രൻ ലോത്തിനെ എല്ലാം കൊണ്ടുപോയി. അബ്രഹാമിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആരെന്നെ പറയാം, അവൻ അങ്ങനെ തന്നെ വരണം. എന്നോട് ചെയ്ത കടുങ്കൈ ഓർത്താൽ ഇവൻ ഇതല്ല വരേണ്ടത്. അബ്രഹാം പറഞ്ഞില്ല. കാരണം അബ്രഹാം ആത്മീയന. അബ്രഹാമിന്റെ ആത്മീയം നമ്മൾ മുമ്പേ കണ്ടതല്ലേ. എടാ, ഇഷ്ടമുള്ളത് എടുത്തു, വഴക്ക് വേണ്ട, നമ്മൾ സഹോദരന്മാരല്ലേ. പിന്നെ ആത്മീയം തെളിയുക. ആത്മീയം തെളിഞ്ഞു. സ്തോത്രം. അബ്രഹാം ഇത് കേട്ടപ്പോ വലിയ മനപ്പീഡ ഉണ്ട്. അയ്യോ, സഹോദരപുത്രൻ ലോത്ത്. ഉടനെ അബ്രഹാം തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസികൾ. ഞാൻ ഇങ്ങനെ അത് വ്യാഖ്യാനിക്കുന്നത്, വീട്ടിൽ ജനിച്ച അങ്ങനെ ബാക്കി ഒന്ന് വായിച്ചേ. അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരിൽ അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് 318. ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, അവിടെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസി. ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, വീണ്ടും ജനനം പ്രാപിച്ച 318. വീണ്ടും ജനനം പ്രാപിച്ച 318. വീട്ടിൽ ജനിക്കുന്നതല്ല വിഷയം, വീണ്ടും ജനിക്കുന്നതാ വിഷയം. പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് കാര്യമായില്ല, നീ വീണ്ടും ജനനം പ്രാപിക്കണം. ഞങ്ങളുടെ അപ്പച്ചനാണ് തുവയൂര് ഇത് തുടങ്ങിയത്, നല്ല കാര്യം. പക്ഷെ നീ വീണ്ടും ജനനം പ്രാപിക്കണം. കുക്സായിപ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്ന്, നല്ല കാര്യം. കുക്സായിപ്പ് കിടന്ന കട്ടിലാണ്, അതും നല്ല കാര്യം. പക്ഷെ വീണ്ടും ജനനം പ്രാപിക്കണം. സ്തോത്രം, സ്തോത്രം. അപ്പോൾ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായി അബ്രഹാം രാത്രി പോയി പതിയിരിപ്പ് ചെയ്ത് അബ്രഹാം ജയിച്ചു. ആ യുദ്ധത്തിൽ എബ്രായനായ അബ്രഹാമിന് ജയം. സോലോമനെ കൊള്ളകിട്ട 4 വമ്പൻ രാജാക്കന്മാരെ അബ്രഹാം അമ്പയെ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ച് അബ്രഹാം ജയഭേരി മുടക്കി തിരിച്ചു വന്നു. അബ്രഹാം തിരിച്ചു വന്നപ്പം സോദോം രാജാവും അബ്രഹാമിനെ ഇല്ലേ, സോദോം രാജാവ് തന്നെ ഇരുന്ന് വായിക്കാന്നോ. സോദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രാം സോദോം രാജാവ്. അപ്പൊ ശ്രദ്ധിച്ചേ, അബ്രഹാം യുദ്ധത്തിൽ ജയിച്ചു. ഇനി ഒരു ആത്മീക പാഠം. ഈ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. അബ്രഹാം ജയിക്കാനുള്ളതിന്റെ ആത്മീക പാഠം പറയാം. 13-ാം അധ്യായത്തിന്റെ 18 കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടത് കൊണ്ടാ 14-ാം അധ്യായത്തിലെ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായത്.
ക്രിസ്തീയ ജീവിതത്തിൽ ജയമുണ്ടാകണമെങ്കിൽ കൂട്ടായ്മയും പ്രാർത്ഥനയും ആരാധനയും വേണം. ആരാധിക്കുന്നവനെ ആരും തോൽപ്പിക്കത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ ആരും തോൽപ്പിക്കത്തില്ല, കൂട്ടായ്മ നിൽക്കുന്ന ആർക്കും പരാജയം വരികയില്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയം ആരാധിച്ചും പ്രാർത്ഥിച്ചും കൂട്ടായ്മയിൽ ബലപ്പെട്ടും ഉപവസിച്ചും ജാഗരിച്ചും ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു ശക്തിയും തോൽപ്പിക്കത്തില്ല. ശത്രു എത്ര പ്രബലനാന്നേലും നിന്നെ ജയിക്കത്തില്ല. പക്ഷെ കൂട്ടായ്മയിൽ സജീവമായിരിക്കണം. ഞായറാഴ്ച ഇങ്ങനെ കഴുതാ പൊങ്ങും പോലെ പൊങ്ങിയോണ്ടൊന്നും കാര്യമായില്ല. ചിലർ ഈ സീസൺ ബന്ധിക്കോസ് ഒരു സീസൺ. അമേരിക്കയിലൊക്കെ 4 സീസൺ അല്ലേ അമ്മാമേ? വിന്റർ, സമ്മർ, ഫോൾ, പിന്നെ 3 ഉള്ളൂ. ഒന്നുകൂടെ ഒപ്പിക്കാവോ? അമേരിക്കയിലായിരുന്നു ഞാൻ അമ്മാമണ്ടില്ലേ? സ്തോത്രം എന്ന് പറഞ്ഞ പോലെ ചിലര് സീസണാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉണർവാ. കുമ്പനാട്ടിൽ എന്നൊരു തമ്പേറും മേടിച്ച് 1-2 മാസം ഭയങ്കര അടിയും ബഹളവും. 4 മാസം കഴിഞ്ഞപ്പോൾ തമ്പേറ് പൊട്ടി. ഉടനെ അത് കമ്പിയെ കെട്ടി തൂക്കി മാറ്റി കിട്ടു. ഇപ്പൊ പാട്ടുമില്ല, പ്രാർത്ഥന 3 മാസം പിന്നെ ഒന്നുമില്ല. അത് സീസൺ പെന്തിക്കോസാ. പക്ഷെ തിരുവചനം പഠിപ്പിക്കുന്നത് സീസൺ അല്ല, അവർ മേൽക്ക് മേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ. ഇത് സീസൺ അല്ല, ദിനേന. രാവിലെ പാടുന്നൊരു പാട്ടുണ്ട്, ദിനമതിൻ തുടസത്തിൽ മാനുവേലിൻ മുഖാംബുജം. ദിനമതിൻ തുടസത്തിൽ മാനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു. ആട്ടെ, ഈ 9 മണിക്ക് ഇത്രയും നിങ്ങൾ ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. സ്തോത്രം. അവർ മേൽക്ക് മേലെ ബലം പ്രാപിക്കുന്നു. സ്തോത്രം. 14-ാം അധ്യായത്തിലെ ജാതികളുമായുള്ള യുദ്ധത്തിൽ അബ്രഹാമിന് ജയം കിട്ടാനുള്ളതിന് പ്രഥമ കാരണം 13-ാം അധ്യായത്തിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് ജയമാ. നിന്നെ ആരും പരാജയപ്പെടുത്തത്തില്ല. നീ തോൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ അനപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയമല്ല ആരാധിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ബലപ്പെട്ടോണം. 5 മിനിറ്റ് കിട്ടിയ ആത്മാവി നിറഞ്ഞോണം. 10 മിനിറ്റ് കിട്ടിയ പ്രാർത്ഥിച്ചോണം. അവസരം കിട്ടിയ വേറെ ദിവസം വായിച്ചോണം. കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ വേറെ ദിവസം വായിച്ചോണം. കൈക്ക് ശക്തി ഉള്ളപ്പോൾ കൈ അടിച്ച് ദൈവത്തെ നടന്നു വരാൻ ആക്കമുള്ളപ്പോൾ ചാടി യോഗത്തിന് വന്നോണം. എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യാൻ അവസരം കിട്ടിയാൽ നന്നായിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം. ശബ്ദമുള്ളപ്പോൾ ഹല്ലേലൂയ പറഞ്ഞോണം. ഇത് ബലൂന്റെ കാറ്റ് പോകുമ്പോൾ സ്വോത്രം തന്നെ. അവസരം നഷ്ടപ്പെടുത്തരുത്. ഞാൻ രാജ്യമൊന്നും പറയുന്നില്ല. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, പക്ഷേ കൃത്യം ടൈമിൽ യോഗം നിർത്തണം, കറക്റ്റ് ടൈം. ഞാൻ പറഞ്ഞ ആട്ടം നിർത്താം. ആരാധനയ്ക്ക് കറക്റ്റ് ടൈമാ. അത് നല്ലതാ, എതിരൊന്നും പറയുന്നില്ല, നല്ലതാ, ഞാനതിന് അംഗീകരിക്കുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം, അതിനൊരു ടൈമും ഇല്ല. എന്നാൽ അതിനൂടെ ടൈം പറയണ്ടേ? ഫുഡ് കഴിക്കാൻ കൃത്യം 1 മണിക്കൂർ, അതിനകത്ത് എല്ലാവരും കഴിച്ച് ചുമ്മാതാ ഇല്ല കുത്തുന്ന കുന്തം ഉണ്ടല്ലോ, എന്നാ അതിന് പറയുന്നത്? ഓ അമ്മാമേ ഇല്ല, ഫോർക്കം പ്ലേറ്റ് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക, ആവശ്യം പോലെ കുത്തുക, വന്നിരുന്ന് നല്ല പെരുക്കുക. അതിനൊരു ടൈമും. ആത്മീക ഭക്ഷണം കഴിക്കുന്നതിന് ടൈമാ.
ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല, ഞാൻ തമാശ പറഞ്ഞതല്ല. അല്ലല്ല, തമാശ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞ പരമാർത്ഥമല്ല, ഞാൻ കുറ്റം പറഞ്ഞതുമല്ല. ഭൗതിക ഭക്ഷണം ആവശ്യമാണ്. ഈ ശരീരം ആരോഗ്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭൗതിക ഭക്ഷണം ആവശ്യമാണ്. പക്ഷെ അതിന് ടൈമൊന്നുമില്ല. അകത്തെ മനുഷ്യന്റെ വിഷയം വരുമ്പം സ്തോത്രം. ചില വീടുകളിലെ കല്യാണം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇപ്പൊ പെന്തിക്കോസുകാർ ചിലരങ്ങനെ ഉണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് തലേന്ന് ഒരു അത്താഴ സദ്യ. ഇപ്പോഴും അങ്ങനെ, ഇപ്പൊ അങ്ങനെ വലുതായിട്ടില്ല. അത്യാവശ്യം ചേട്ടത്തി അനിയത്തി ഒന്നും വന്നല്ലേ അപ്പൻ്റെ പെങ്ങന്മാർ അത്യാവശ്യം. ബാക്കി എല്ലാവരും നമ്മൾ ഷട്ടർ കല്യാണം ആയതുകൊണ്ട് ഷട്ടറുള്ളടത്തോട്ട് ഒരു 12 ആകുമ്പോൾ ഇങ്ങനെ ഏത് ഷട്ടറാ പൊക്കുന്ന പറഞ്ഞ് ഇടിച്ചൊരു കയറ്റു. അന്നേരം ചെരുപ്പിൻ്റെ വള്ളിയും പൊട്ടി, ബാഗ് കിടക്കായിരുന്നു, അത് വേറെ തന്നെ. ഒടുവിൽ കുടയും കണ്ടില്ല. അത് സംഭവിക്കാം. പണ്ടൊക്കെ പെന്തിക്കോസുകാരുടെ വീടുകളിലെ കല്യാണം, ഉദാഹരണത്തിന് കല്യാണം ശനിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ടൊരു അത്താഴ സദ്യക്ക് മുമ്പ് ഒരു പരിപാടി ഉണ്ട്. അത് പറ, ഒരു പ്രാർത്ഥന. സദ്യയുടെ കാര്യം മാത്രം ഒരു പ്രാർത്ഥനാ യോഗമുണ്ട്. സഭക്കാരും വേണ്ട എല്ലാവരെയും വിളിക്കും. പ്രധാനമായിട്ട് സഭക്കാരെല്ലാവരും കൂടെ വന്ന് സന്ധ്യയാകുമ്പം. പണ്ടത്തെ പെന്തിക്കോസുകാർ വേറൊരു കാര്യം ചെയ്യുമായിരുന്നു. അതിപ്പം ഒക്കത്തില്ല, എനിക്കറിയാം. പണ്ടൊക്കെ വീടുകളിലല്ലേ സദ്യ വട്ടങ്ങൾ ഒരുക്കുന്നേ. അപ്പോൾ പഴയ അമ്മമാർ ആ സദ്യവട്ടത്തിന് ചന്തയിൽ പോയി സാധനമെല്ലാം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പലവ്യഞ്ജനമെല്ലാം ഇറക്കുമ്പോൾ പഴയ പെന്തിക്കോസുകാരി അമ്മച്ചിമാർ ഒരു വലിയ കൊട്ട കൊണ്ടുവന്ന്, വള്ളിക്കൊട്ടയോ മുപ്പറക്കൊട്ടയോ ചൂരക്കൊട്ടയോ കൊണ്ടുവന്ന് ഇതിൽ നിന്നെല്ലാം ഒരു വിഹിതം എടുത്തു വെച്ച് ഒന്നേ അപ്പച്ചൻ്റെ കയ്യിലോ പിള്ളേരുടെ കയ്യിലോ അല്ലെ ചുമതലപ്പെട്ട കയ്യിൽ പറയും നേരെ പെയ്ത്തോമിലോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ പെയ്ത്തോമിൽ കൊണ്ടുവരുമ്പോൾ പെയ്ത്തോമിൽ ഇരിക്കുന്നവർ ആ കൊട്ടയോടെടുത്ത് പത്തായത്ത് വെക്കുകയില്ല, ആദ്യം കൈ വെച്ച് പ്രാർത്ഥിക്കും. ഇന്നോ എന്നൊക്കെ അങ്ങനെ അത് ഞാനിപ്പം പറയുന്നില്ല, എൻ്റെ വിഷയമല്ല. ഇപ്പോൾ അത് പ്രസക്തമല്ലെന്നും എനിക്കറിയാം. അപ്പൊ സന്ധ്യയാകുമ്പോൾ ഒരു പ്രാർത്ഥന. ഇപ്പൊ ചിലയിടത്ത് പ്രാർത്ഥന ഉണ്ട്, പക്ഷെ എന്നാലും അതിന് പറയും പാസ്റ്ററെ ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം വന്നിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ അമ്മച്ചിയുടെ മൂത്ത ആങ്ങള, പുള്ളിക്ക് പ്രാർത്ഥനയൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലെ കാരണം, അതുകൊണ്ട് പുള്ളി ചിലപ്പോൾ കയറി ഉടക്കാൻ. ഈ ഉടക്കുള്ള വലായ നീ എന്തിനാ വിളിച്ചേ? എന്തിനാ വിളിച്ചു? ഒന്നെങ്കിൽ ഈ ഉടക്കുള്ള വലായെ വിളിക്കണം, പാസ്റ്ററേയും വിശ്വാസിയെയും വിളിക്കരുത്. രണ്ടും കൂടെ ഒക്കുകയല്ല. ഒക്കത്തില്ല. പുള്ളിക്ക് പ്രാർത്ഥനയൊന്നും, പുള്ളിക്ക് അല്ലെങ്കിലും പെന്തിക്കോസുകാരെ ഒട്ടും. പിന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞൊരു പരുവത്തിനാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് പാസ്റ്റർ ചെയ്യേണ്ടത് ഒരു ചെറിയ പാട്ട് പാടി ഒരു 10 മിനിറ്റ്, ആയുസ് മുഴുവൻ ജീവിക്കേണ്ട കാര്യം 10 മിനിറ്റിൽ ഒതുക്കണമെന്ന്. 2.5 മണിക്കൂർ പറഞ്ഞിട്ട് 3-ാം മാസം ഡൈവേഴ്സാ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? പക്ഷെ ഒരു 10 മിനിറ്റ് പെട്ടെന്ന് പറയാം. എല്ലാം കൂടെ ഒരു 25 മിനിറ്റ് കൊണ്ട് അത് കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞ് പിന്നെ മോൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവര് പിന്നെ ഗാനമേള ഏതാണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മോടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവര് പിന്നെ അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ്. പാസ്റ്റർക്ക് പിന്നെ അങ്ങ് പൊക്കോണം, കാരണം പാസ്റ്റർക്ക് പിന്നെ കാണാൻ പറ്റാത്തതാ ഇവിടെ. ഞാൻ നിർമ്മിത കഥ പറയല്ല.
ഞാൻ ആരെ താഴ്ത്തിക്കെട്ടി പറഞ്ഞതുമല്ല. നീ ആത്മീകത്തിന് പ്രഥമ സ്ഥാനം കൊടുക്ക്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ അതുകൂടെ പറയാം, സന്ദർഭം വന്നുകൊണ്ടാ. എൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണം, ഇളയ പെങ്ങളുടെ കല്യാണം, തലേ ചൊവ്വാഴ്ച എൻഗേജ്മെന്റ്, പിറ്റേ ചൊവ്വാഴ്ച കല്യാണം. അപ്പം ഞങ്ങളുടെ ഉപ്പാപ്പ പറഞ്ഞു ചൊവ്വാഴ്ച. ഞാൻ പറഞ്ഞു ഇത് ചൊവ്വാഴ്ച തന്നെ നടത്തുള്ളൂ. എന്നാ വരുന്നൊന്ന് കാണട്ടെ. തലേ ചൊവ്വാഴ്ച എൻഗേജ്മെന്റ്, പിറ്റേ ചൊവ്വാഴ്ച കല്യാണം. അപ്പോൾ തലേ ചൊവ്വാഴ്ച എൻഗേജ്മെൻറ്റിൻ്റെ തലേന്ന് വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട്. എല്ലാവരും പന്തലുകാരൻ പിന്നെയും ചൊവ്വാഴ്ച കിടണമല്ലോ, തിങ്കളാഴ്ച കിടണം പന്തൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തൊരു ചിന്തയുടെ, ഏതായാലും ഈ പന്തൽ കിടക്ക്, കാല് വേദനിക്കുന്നു, പന്തൽ കിടക്കുക, എന്നാൽ പിന്നെ ഈ പന്തലൊരു കൺവെൻഷൻ അങ്ങ് നടത്തിയാലെന്നാ? ഏതായാലും പന്തൽ കിടക്കുകയല്ലേ. ഞാൻ ആ പന്തലുകാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ പന്തൽ ഒരാഴ്ചയും കൂടെ അങ്ങിടുന്നതിന് ഞാൻ ഇനി എക്സ്ട്രാ എന്തോ തരണം, അടുത്ത ആഴ്ച ഇടണമല്ലോ. ഓ പാസ് വല്ല 2000 രൂപ ആവല്ലോ. ആ പെട്ടെന്ന് ഞാൻ 3 ദിവസത്തെ കൺവെൻഷൻ ക്രമീകരിച്ചു. പിറ്റേ ചൊവ്വാഴ്ച കല്യാണം. അപ്പം ഞാൻ ബുദ്ധിയോടെ, ചെറിയ ബുദ്ധിയൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, നിങ്ങളുടെ അത്രയോ ഇല്ല, ചെറിയ എളിയ ബുദ്ധി ദൈവം തരുന്നതാ. അപ്പം ഞാൻ ശനി ഞായർ തിങ്കൾ കൺവെൻഷൻ ക്രമീകരിച്ചു. ചൊവ്വാഴ്ച കല്യാണം, ശനി ഞായർ തിങ്കൾ കൺവെൻഷൻ, ചൊവ്വാഴ്ച കല്യാണം. എൻ്റെ മനോജ് ഉണ്ട് ആ കല്യാണത്തിനും എല്ലാ ചടങ്ങിനും. ശനിയാഴ്ച ഒരു ഉപദേശിയെ പ്രസംഗിക്കാൻ വിളിച്ചു, ഞായറാഴ്ചയും വേറൊരു ഉപദേശിയെ പ്രസംഗിക്കാൻ വിളിച്ചു, തിങ്കളാഴ്ച ഞാൻ പ്രസംഗിക്കാൻ തീരുമാനിച്ചു. അന്നും ചെറിയ ബുദ്ധിയാണ്, കാരണം കുടുംബക്കാരും വേണ്ടപ്പെട്ടവരെല്ലാം കൂടും. വെളിയിൽ നിന്നൊരു ഉപദേശം വന്ന് പ്രസംഗിച്ച് ചിലപ്പോൾ കൂടിയായമാർ കയറി കൊമ്പ് കോർക്കും. ഞാനാകുമ്പം പിന്നെ ബുദ്ധിയോടെ ഇടപെട്ടെടുത്ത് പിന്നെ. അപ്പോൾ പാട്ടുകാരെ പാമ്പാടിയിൽ നിന്ന് കൊണ്ടുവന്ന് മൃദംഗവും താകിലും ഒരു പൊടിയച്ചനുണ്ടായിരുന്ന ഹാർമോണിയം ആക്കുന്ന പൊടിച്ചായനും, അവർ ട്രമ്മും സൈഡ് ട്രമ്മും താകിലും തമ്പേറും ഹാർമോണിയം ഒക്കെ ആയിട്ട് അവരെയും കൊണ്ടുവന്ന് മുറ്റത്തെ സ്റ്റേജ് ഒക്കെ അങ്ങോട്ട് പെട്ടെന്ന് ഇട്ട് 3 ദിവസത്തെ യോഗം. അപ്പോൾ യോഗം അങ്ങോട്ട് തുടങ്ങി. 2 ദിവസം ആ കർത്തൃദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷിച്ചു. 3-ാം ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ എൻ്റെ അച്ചാച്ചൻ്റെ പെങ്ങന്മാരും കുടുംബക്കാരും ചാർച്ചക്കാരും അയലത്തുകാരും എല്ലാം ഉണ്ട്. അത്താഴ സദ്യ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കണക്കിന് ഭക്ഷണം ഇത്ര പേര് വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 500 പേർക്ക് ഭക്ഷണം ക്രമീകരിച്ചത്, കുറച്ച് പേർക്ക്. പക്ഷേ പിന്നീട് അത് കൂടുതൽ വന്നപ്പം പറഞ്ഞു വന്നതാണ്. തിങ്കളാഴ്ച വൈകിട്ട് ഞാനാ പ്രസംഗം. അപ്പം എൻ്റെ അനുജൻ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പറയുന്നത് അനുസരിക്കും, എന്നാലും പുള്ളി ഒരു 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 അമ്മാമ വണ്ടിയെ വിടണോ? ഞാൻ രാവിലെ വാക്ക് കൊടുത്തതാ, അതുകൊണ്ടാ മനോജ അമ്മാമയെ വണ്ടിയെ വിടണമെന്ന് വിട്ടേരും, തന്നെ പോരുത്. അപ്പം ശ്രദ്ധിച്ചേ, അക്ക വിട്ടോളൂ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കേ. അപ്പം എൻ്റെ അനുജനെ വൈകുന്നേരത്തെ എന്നോട് വന്ന് പറഞ്ഞു, പിന്നെ പ്രാർത്ഥന പെട്ടെന്ന് നിർത്തണം. ഞാൻ ചോദിച്ചാൽ ഇന്ന് അതിന് നമ്മൾ ഫുഡും ഒക്കെ ക്രമീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയൊക്കെ കൂടിപ്പോയാൽ പിന്നെ ആൾക്കാരിത് കഴിക്കാതെ പോകും, പിന്നെ ബുദ്ധിമുട്ടാകും. ഞാൻ പറഞ്ഞു, ഇന്ന് പ്രാർത്ഥന പതുക്കെ നിർത്തുകയുള്ളൂ. ഒൻപത് മണിയായിട്ടേ നിർത്തുകയുള്ളൂ. ഇവൻ 8-ന് നിർത്താനാ പറഞ്ഞ. ഒന്നുകൂടെ ഞാൻ കൂട്ടിപ്പിടിച്ചു. 9 മണിയാകുമ്പോഴേ പ്രാർത്ഥന. പിന്നെ ആരെയും കഴിക്കാതെ പോകുക, നീ ഭാരപ്പെടണ്ട, ഭക്ഷണം ഞാൻ അനാഥശാലയെ കൊടുക്കും. എന്നാ ദീർഘശ്വാസം വിട്ടെ? ദൈവമേ, ഞാൻ എന്നതായി കേൾക്കുന്നെന്നാണോ? കേൾക്കാൻ പോകുന്നുള്ളൂ. അവിടെ ഇരിക്കും കേൾപ്പിക്കാം. സന്ധ്യയായപ്പോൾ പ്രാർത്ഥിച്ച് യോഗം ആരംഭിച്ചു. നല്ല പാട്ടുകാർ, അവർ നല്ല താളക്കണക്കിലൊക്കെ നല്ല കൃത്യത്തിന് നമ്പേറൊക്കെ അങ്ങോട്ട്, നമ്പേർ അടിക്കുകയല്ല, നമ്പേർ വായിക്കുക. മൃദമൊക്കെ തകിലുമൊക്കെ അങ്ങോട്ട് വായിച്ച് ഹാർമോണിയം പൊടിക്കാൻ നല്ല പഴയ ആളാ. നല്ല
ശ്രുതി ഇട്ടങ്ങോട്ട് ഹാർമോണിയം ഒക്കെ അങ്ങോട്ട് പിടിച്ച് ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് എനിക്ക് തോന്നുന്ന ഒരു 6:45 പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പം ഞാനും അവനോട് പറഞ്ഞെങ്കിലും ഒരു 8 മണിക്ക് അങ്ങ് 8:30 ആകുമ്പോൾ നിർത്താം, വെറുതെ ഒരു ഉടക്ക് വേണ്ട എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ നിന്നത്. ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിച്ച് പ്രസംഗിക്കാനും നല്ല അന്തരീക്ഷം വന്നു. നല്ല പാട്ടുമൊക്കെ അങ്ങോട്ട് പാടി. ഇപ്പോൾ ഇവരെല്ലാം കണക്കി നിൽക്കുകയല്ലേ. എനിക്കും പിള്ളേരുടെ ഭാഷ പറഞ്ഞ് ഞാനും അങ്ങ് ഇച്ചിരി ഇളക്കമുണ്ടായി. 8:30 8:45 9 അപ്പം ഈ ശബ്ദമെല്ലാം കേട്ട് കുറച്ച് ആൾക്കാരൂടെ വന്നു. റോഡ് സൈഡാ വീട്. റോഡിലെല്ലാം എൻ്റെ കൂട്ടുകാരുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു 9:15 അങ്ങ് പ്രസംഗം നിർത്താം. അന്നേരം റോഡ് നിന്ന് 1-2 പറഞ്ഞു നിർത്തരുത് എന്ന് പറഞ്ഞു. എന്തായാലും 9:55 വരെ പ്രസംഗിച്ചു. 9:55 വരെ. പിന്നെ പാട്ടും ആരാധനയും പെങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ 10-10:30 ആയി. യോഗം 10:15 കഴിഞ്ഞു. യോഗം തീർന്നപ്പം ഒരു കുഞ്ഞുങ്ങൾ പോയില്ല. ആള് കൂടിയതല്ലാതെ ഒരെണ്ണം കുറഞ്ഞില്ല. ഇടയ്ക്ക് ഞാൻ പാട്ടെടുത്തിട്ട് അനിയനോട് പറഞ്ഞു കുറച്ച് അരിയും കൂടി ഇട്ടോളാൻ പറഞ്ഞു. നിങ്ങളെ ഇളക്കാൻ പറഞ്ഞൊന്നുമല്ല, നടന്ന കാര്യമായി പറഞ്ഞു. ഒരാളും കുറഞ്ഞില്ല. വന്നവർക്കെല്ലാം സന്തോഷം. കുറച്ച് പേര് പറഞ്ഞു ഇച്ചിരി അങ്ങ് പ്രസംഗിക്കാൻ മേലായിരുന്നു എന്ന്. ആള് കൂടിയതല്ലാതെ ആള് വന്ന ഞങ്ങളുടെ നാട്ടിലെ മാന്യരായ എൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാർ, അച്ചാച്ചൻ്റെ പെങ്ങന്മാരെല്ലാം എല്ലാവരും ഹിന്ദുക്കളാ. പെങ്ങന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ പെങ്ങന്മാരും അവരുടെ മക്കളും എല്ലാം ഉണ്ടായിരുന്നു. ബന്ധുക്കാരല്ല എല്ലാവരും സഹകരിച്ചു. ആ പ്രാർത്ഥനയിൽ എല്ലാവരും അങ്ങ് കൂടി. അത് നിങ്ങൾക്ക് പാട്ടുമൊന്നും അറിയാൻ മേലും അല്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മൂത്തയപ്പച്ചിയുടെ പേര് ശാന്തമ്മ എന്നാ. പിന്നെ ശാന്തമ്മ, കല്യാണിയമ്മ, രമണി, ഓമന, ശോഭന, ശ്യാമള. അതിൽ രമണി എന്ന് പറയുന്ന ആൾ വൈക്കത്ത പുള്ളിക്കാരി. വൈക്കത്ത് അമ്പലത്തിലൊക്കെ എപ്പോഴും പോകുന്നത്. എന്നാലും അവർ തലേ തുണി ഇട്ടുകൊണ്ട് നിൽക്കുക. പാട്ടും അറിയാമല്ലോ ഒന്നും അറിയാമല്ലോ. എന്നാലും ഞാൻ നോക്കാം എന്നാലും നമ്മുടെ പുള്ളിക്കാരല്ല ഉള്ളതുകൂടെ. ഒരു കുഞ്ഞുങ്ങൾ പോയില്ല. വന്നവരെല്ലാം സന്തോഷിച്ച് ഭക്ഷണവും കഴിച്ച് കയ്യും തന്ന് പ്രാർത്ഥിച്ചാ പോയത്. നമ്മൾ ആദ്യം ഇതിന് വില കൊടുക്കണം. അല്ലാതെ വീട്ടിലെ അപ്പച്ചൻ വന്നിട്ടുണ്ട്, കുടുംബത്തിലെ ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റാണ് ഞങ്ങളുടെ അപ്പച്ചൻ. അതിനെന്നാ നമ്മൾ ആദ്യം ഇതിന് വില കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം വന്നാൽ ആദ്യം എന്നോട് ചോദിക്കും പ്രാർത്ഥന എത്ര നേരം വരെ കാണും. ഞാൻ പറയും ഇത്ര നേരം. അത് കഴിഞ്ഞു ആട്ടെ. എന്നാ താടിക്കായി കൊടുത്തിരിക്കുന്നത്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അതോടുകൂടെ സകലതും. ഇതൊക്കെ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്ക്, ആരാധനയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുക്ക്, കൂട്ടായ്മയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുക്ക്, പ്രാർത്ഥനയ്ക്ക് മുൻഗണന കൊടുക്ക്. ദൈവസഭയാണ് നമ്മുടെ വിഷയം. അതിന് കീഴിലാ ബാക്കി മുഴുവൻ. പ്രൈസ് ദി ലോർഡ്. ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ തകർക്കാൻ ആർക്കും ഒക്കത്തില്ല. 13-ാം അധ്യായത്തിന്റെ ഒടുവിൽ കൂട്ടായ്മയിൽ അപ്രകാരം ബലപ്പെട്ടത് ആരാധിച്ചത് കൊണ്ട് 14-ാം അധ്യായത്തിൽ ജയമുണ്ടായി. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഇന്ന് അതേ ഒക്കുള്ളൂ. നമുക്ക് ദൈവം അനുവദിച്ചാൽ പിന്നെ ബാക്കി കൂടാ. ഇപ്പൊ തന്നെ ആവശ്യമുള്ളതെല്ലാം ആയല്ലോ. ഇനിയും വേണോ? കിട്ടിയാ അത് ഞാൻ പിന്നെ തരാം. ഇപ്പൊ ഒരു വാക്യവും കൂടെ തരാം, ഒരു കാര്യം കൂടെ പറയാം. ബാക്കി ദൈവം അനുവദിച്ചാൽ ഇനിയും പിന്നെ എങ്ങാനും വിളിക്കുവോ വരുവോ, ദൈവം ആയുസ്സും ആരോഗ്യവും അവസരം തരികയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അത് മതി. ഇപ്പോൾ ഒരു കാര്യം കൂടെ. ഈ ജയമെടുത്ത് വന്ന അബ്രഹാമിന് ഒരു പരീക്ഷ ഉണ്ടായി. അതെല്ലാവർക്കും സ്വാഭാവികമാണ് പരീക്ഷ. ആ പരീക്ഷ ഞാൻ ഇങ്ങനെ പറഞ്ഞേ, തൻ്റെ മുൻപിൽ ആത്മീകവും ഭൗതികമായ വിഷയം കൊണ്ടുവന്നു. ജയിച്ചു വന്നപ്പോഴേ ആത്മീകോ ഭൗതിക, അത് വായിപ്പിക്കുന്നില്ല, നിങ്ങൾ ആ അധ്യായം പഠിക്കുക. ആത്മീയം ഭൗതികമാണ്. ഈ സോദോം രാജാവ് പറഞ്ഞ അബ്രഹാമേ സമ്പത്തെല്ലാം നീ എടുത്തു. ആ വീണ്ടും ജനനം പ്രാപിച്ച് വീട്ടിൽ ജനിച്ചവരെയല്ല എനിക്കതാ. സമ്പത്തെല്ലാം നീ എടുത്തു. അബ്രഹാം സമ്പത്ത്. അല്പം കഴിഞ്ഞപ്പോ താന്റെ ശാലേം രാജാവ് കയറി വരുന്നു.
അപ്പം വീഞ്ഞും അത് ആത്മീകം. അപ്പോ വീഞ്ഞു. അപ്പം ജയിച്ചു വന്ന ഈ അബ്രഹാമിന്റെ മുമ്പിൽ രണ്ട് വിഷയം. ഇവിടെ താണ്ട എൻ്റെ ഭാവനയാ, അപ്പം വീഞ്ഞുമായിട്ട് ശാലേം രാജാവും, സമ്പത്തെല്ലാമായിട്ട് സോദോം രാജാവും. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഏത് തെരഞ്ഞെടുക്കും? ഇസ്മാമയുടെ മുമ്പിൽ അപ്പവും വീഞ്ഞും ഇരിക്കുന്നു, അപ്പുറം സമ്പത്തും ഇരിക്കുന്നു. ഒത്തിരി ഞെരുക്കവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് എന്ന് ധരിക്കുക. എന്നോട് സത്യം പറയണം. അപ്പവും വീഞ്ഞും ഇരിക്കുന്നു, ഇപ്പുറേ സമ്പത്ത് ഇഷ്ടം പോലിരിക്കുന്നു. ന്യായമായി ചിന്തിച്ചാൽ സാധാരണ എന്തോ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്? സമ്പത്തേ എടുക്കുകയുള്ളൂ. കുറ്റം പറഞ്ഞതല്ല, കാരണം ജീവിതത്തിൽ എന്തെല്ലാം പ്രാരാബ്ധമാണ്. പക്ഷേ അബ്രഹാം ഈ സോലോന്റെ പറഞ്ഞ്, സമ്പത്തൊന്നും എനിക്ക് വേണ്ട. സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന് നാളെ ഒരു പേര് വരാതിരിക്കേണ്ടതിന് നിന്റെ ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ എനിക്ക് വേണ്ട. നിന്റെ ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ. കാരണം നാളെ ഒരു അവസരത്തിൽ നീ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നീ വിടും, ഞാൻ ആ പുള്ളിക്ക് ഇതല്ല കൊടുത്തതല്ല, പുള്ളിയെ ദൈവം അനുഗ്രഹിച്ചതല്ല ഇവൻ പറയും. സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് വായിക്കാം. മാമ മൈക്ക് വിടല്ലോ വെക്കണ്ട, മൈക്ക് വായുണ്ട്. അതിനെ അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കാൻ, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ യാതൊന്നും ഒന്നും എനിക്ക് വേണ്ട. നിന്റെ ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ എനിക്ക് വേണ്ടെന്ന് കാരണവും കൂടെ പറയാം. ഞാൻ അത്യുന്നതനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. എന്നെ അനുഗ്രഹിക്കാമെന്ന് ഒരുവന്റെ വാഗ്ദത്തമുണ്ട്. അബ്രഹാം ഉണ്ടല്ലോ, ശാലേം രാജാവിന്റെ കൈകളിൽ നിന്ന് അപ്പവും വീഞ്ഞും വാങ്ങി. ഈ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചു. ഏത് പരീക്ഷ? ഭൗതികവും ആത്മീകവും വെച്ചപ്പോൾ അബ്രഹാം ജയിച്ചു. അബ്രഹാം ആത്മീകം തെരഞ്ഞെടുത്തു. അപ്പവും വീഞ്ഞും മതി എന്ന് പറഞ്ഞു, എനിക്ക് നിന്റെ സമ്പത്തൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ ജയിച്ചോണം. ആത്മീയമാ വിഷയം. ആത്മീകത്തിന് പ്രഥമസ്ഥാനം കൊടുക്ക്. നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ ദൈവം നടത്തി തരും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നിനക്ക് ദോഷം വരികയില്ല, നിന്റെ സന്തതിക്കും ദോഷം വരികയില്ല. ആത്മീകത്തിന് പ്രഥമസ്ഥാനം കൊടുത്താൽ, ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവസഭയ്ക്കും പ്രഥമസ്ഥാനം കൊടുത്താൽ നിനക്കും നിന്റെ സന്തതിക്കും ഒരു ദോഷവും വരികയില്ല.